അടുത്ത ചാപ്റ്ററാണ് സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി. അപ്പോൾ എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്, എന്താണ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററാണ്. കുറച്ച് ലെങ്തിയാണ്, നോക്കാം. ഓക്കെ, നമ്മൾ ഏതൊരു സമൂഹത്തിലും എല്ലാ വ്യക്തികളും ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആയിരിക്കും. അത് ലാർജ് ആയാലും സ്മോൾ ആയാലും എല്ലാവരും എല്ലാവരും ഗ്രൂപ്പിലും. ഇപ്പം നമുക്ക് ഫാമിലി ഒരു ഗ്രൂപ്പാണ്, നമ്മുടെ ഫ്രണ്ട്സ് ഒരു ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു ഗ്രൂപ്പാണ്, ഒരു മ്യൂസിക് ബാൻഡ് ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഒരു ഫാൻ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ബാൻഡിന്റെ ഫാൻ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആക്ടറിന്റെ ഫാൻ, ഇതെല്ലാം എന്താണ്, ഒരു ഗ്രൂപ്പാണ്. നമ്മൾ എങ്ങനെ നോക്കിയാലും ഒന്നോ അതിലധികമോ ഗ്രൂപ്പുകളിലെ മെമ്പേഴ്സ് ആണ് നമ്മൾ. അതെന്താണ്, ആ ഗ്രൂപ്പുകൾ വലുതോ ചെറുതോ ആവാം. അവർക്ക് ഒരു കോമൺ ലൈഫ് നയിക്കുന്ന ഒരു ഗ്രൂപ്പ്, അവരുടെ ബേസിക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അതൊക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതിനെ നമ്മളൊരു കമ്മ്യൂണിറ്റി എന്ന് വിളിക്കാം. അവർക്ക് എല്ലാവർക്കും എന്തായിരിക്കും, ഒരു സെയിം കൈൻഡ് ഓഫ് സോഷ്യൽ ലിവിങ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒരു ഇന്റർവോമൻ റിലേഷൻഷിപ്പ്, എക്കണോമിക്കലോ പൊളിറ്റിക്കലോ റിലീജിയസോ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ആക്ടിവിറ്റിയിലും ഒരു കോമണാലിറ്റി കാണിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആളുകളായിരിക്കും ഇവർ. ഈ ടോട്ടൽ ഓർഗനൈസേഷൻ ഓഫ് സോഷ്യൽ ലൈഫ് ആ ഒരു പർട്ടിക്കുലർ സോഷ്യൽ സ്പേസിലായിട്ടായിരിക്കും കാണപ്പെടുന്നത്. വില്ലേജ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ, ഒരു ടെറിട്ടോറിയൽ ഏരിയയിൽ അത് എക്സിസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഒരു ട്രൈബ്, അല്ലെങ്കിൽ ഒരു സിറ്റി, ഡിസ്ട്രിക്ട്, ഇതെല്ലാം എന്താണ്, ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റികൾക്ക് എക്സാമ്പിൾ ആണ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഹ്യൂമൻ ബീങ്, അത് ഒരു കൂട്ടം ആളുകളാണ്. അവർക്ക് ഒരു സ്വയം എന്തുണ്ടാവും, ഒരു അവയർനെസ് ഓഫ് മ്യൂച്വാലിറ്റി ഉണ്ടായിരിക്കും. അതായത് അവർക്കറിയാം നമ്മൾ ഇത് എൻ്റെ ഗ്രൂപ്പിലെ മെമ്പർ അല്ലെങ്കിൽ ഇത് എൻ്റെ ഫാമിലി മെമ്പർ ആണ് എന്ന് നമുക്കറിയാം, എന്ന് പരസ്പരം അറിയാൻ പറ്റും. അപ്പം ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ അതിലധികമോ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതെന്താവത്തുള്ളൂ, ഗ്രൂപ്പ് ആവും. നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, മിനിമം 2 പേരെ ചേർക്കണം. അപ്പൊ ഇതാണ് ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇത് ചെറിയ സൈസിലോ അല്ലെങ്കിൽ വലിയ സൈസിലോ ഉള്ള ഗ്രൂപ്പുകളെല്ലാം കാണാൻ പറ്റും. അവർക്ക് ഷെയർഡ് വാല്യൂ, എല്ലാവർക്കും എന്തായിരിക്കും, ഒരേ ടൈപ്പ് ഓഫ് വാല്യൂസ് ആൻഡ് നോംസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒരു സ്ട്രോങ് ഫീലിംഗ് ഓഫ് ഇന്റർപേഴ്സണൽ ബോണ്ട് അവിടെ ഉണ്ടാകും. അതായത് ഇപ്പം അച്ഛൻ അമ്മ അല്ലെങ്കിൽ അച്ഛൻ മകൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു പേഴ്സണൽ ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ഇവർ തമ്മിൽ. ആ പേഴ്സണൽ ബോണ്ട് വരുന്നത് ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ വർക്ക്, നമ്മുടെ വർക്കേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഗ്യാങ്, അല്ലെങ്കിൽ ഒരു സ്പോർട്ട് ടീംസ്, അല്ലെങ്കിൽ ഒരു മ്യൂസിക് ബാൻഡ്, എന്തായാലും എന്താണ്, ഇതെല്ലാം ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഗ്രൂപ്പുകളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഫാമിലി എന്ന് പറയുന്നതാണ് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. അവിടെ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, ബോണ്ട് ഓഫ് ലവ്, അഫെക്ഷൻ, കമ്മിറ്റ്മെന്റുകൾ കാണാൻ പറ്റും. അവിടെ നമുക്ക് കിൻഷിപ്പ് കാണാൻ പറ്റും. അതുകൊണ്ട് മാരേജ് സിസ്റ്റം കാണാം. ഒരു ക്ലോസ് റിലേഷൻ, ഒരു ക്ലോസ്ലി റിലേറ്റഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നമുക്ക് ഫാമിലിക്കകത്ത് കാണാൻ പറ്റും. ഇനി ഡെഫിനിഷൻ ഓഫ് കമ്മ്യൂണിറ്റി, നമ്മൾ കമ്മ്യൂണിറ്റിയാണ് ആദ്യം പഠിക്കുന്നത്. കമ്മ്യൂണിറ്റിയുടെ ഡെഫിനിഷൻ ആയിട്ട് 3 പേരുടെ ഡെഫിനിഷൻ പഠിക്കാനുണ്ട്. ഇത് 3 കൂടെ കാണാതെ പഠിക്കണമെന്നില്ല, എളുപ്പമുള്ള ഏതെങ്കിലും 1-2 പഠിച്ചു വയ്ക്കാം, 2 മിനിമം പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ ബോഗർഡസ് എന്നേക്കുന്ന ഡെഫിനേഷൻ എന്താന്ന് വെച്ചാൽ, കമ്മ്യൂണിറ്റി ഇസ് എ സോഷ്യൽ ഗ്രൂപ്പ്. കമ്മ്യൂണിറ്റി ഒരു സോഷ്യൽ ഗ്രൂപ്പാണ്. ബട്ട് സം ഡിഗ്രി ഓഫ് വി ഫീലിംഗ്, അതായത് നമ്മൾ എന്ന ഫീലിംഗ് ഉള്ള ഒരു സോഷ്യൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. അവരൊരു ഗിവൺ ഏരിയയിലായിരിക്കും താമസിക്കുന്നത്. ഇനി കിങ്സ്ലി ഡേവിസിന്റെ ഡെഫിനേഷൻ അനുസരിച്ച് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സ്മോളസ്റ്റ് ടെറിട്ടോറിയൽ ഗ്രൂപ്പാണ്. ഒരു പർട്ടിക്കുലർ ഏരിയ, ഒരു പർട്ടിക്കുലർ സ്പേഷ്യൽ ഒരു ഏരിയയിൽ ഒക്കുപ്പൈ ചെയ്യുന്ന സ്മോളസ്റ്റ് ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. ഗിൻസ്ബർഗ് പറയുന്ന അനുസരിച്ച് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സോഷ്യൽ ബീങ്സിന്റെ, അതായത് മനുഷ്യന്മാരുടെ ഒരു ഗ്രൂപ്പാണ്. അവരൊരു കോമൺ ലൈഫ് ഉള്ളവർ അല്ലെങ്കിൽ ഒരു കോമൺ വേ ഓഫ് ലിവിങ് ഉള്ളവരായിരിക്കും. അതേപോലെ തന്നെ കോംപ്ലക്സ് റിലേഷൻ ഉണ്ടായിരിക്കും. അവർ തമ്മിൽ എന്താണ്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. ഇതാണ് ഗിൻസ്ബർഗ് കൊടുക്കുന്ന ഡെഫിനിഷൻ. കമ്മ്യൂണിറ്റിയുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോട്ട് ബി സെൽഫ് സഫിഷ്യന്റ് ആവണം എന്ന് നിർബന്ധമില്ല. ഇപ്പം നമുക്കറിയാം, ഒരു ഹ്യൂമന് എന്ത് ചെയ്യുന്നില്ല, അവര് എന്ത് ചെയ്യും, എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഫാമിലി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് പുറത്തുള്ള ഏതെങ്കിലും നമുക്ക് ഗ്രൂപ്പ്, നമ്മുടെ ഇപ്പൊ റീക്രിയേഷന് വേണ്ടിയിട്ട് നമ്മളൊരു മ്യൂസിക് ബാൻഡിനെ നോക്കുന്നു, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആക്ടറിനെ നോക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫുഡിന്റെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ഗ്രൂപ്പ്, ഒരു ട്രേഡ് ഗ്രൂപ്പിനെ നോക്കുന്നു. അപ്പൊ എന്താണ്, സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികൾ കാണുന്നത് കുറവായിരിക്കും, ഇല്ല എന്നല്ല. അവരെന്താണ്, ഓൾ ഇൻക്ലൂസീവ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് അതേഴ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റികളും ഉണ്ട്, ഇൻഡിപെൻഡന്റ് ആയ കമ്മ്യൂണിറ്റികൾ. അപ്പൊ സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് പോകുന്ന കമ്മ്യൂണിറ്റികളുണ്ട്. ഇപ്പൊ പ്രിമിറ്റീവ് പീപ്പിൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് വളരെ കുറച്ച് മെമ്പേഴ്സ് ആയിട്ട് കാണും. ഇപ്പൊ ഒരു 100 കൂടുതൽ ആളുകൾ ഇല്ലാത്ത, അതായത് മാക്സിമം 100 പേര് മാത്രമുള്ള കമ്മ്യൂണിറ്റികളും നമുക്ക് കാണാൻ പറ്റും. അതിന് എക്സാമ്പിൾ ആണ് യൂറോക് ട്രൈബ്സ് ഓഫ് USA. ഇനി അവരെല്ലാം എന്താണ്, ഐസൊലേറ്റ് ചെയ്ത് ജീവിക്കുന്ന പ്രിമിറ്റീവ് പീപ്പിൾ. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത്തരം കൈൻഡ് ഓഫ് കമ്മ്യൂണിറ്റികളെ കാണാൻ പറ്റത്തില്ല. ഈ മോഡേൺ കമ്മ്യൂണിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലാർജർ ആയിരിക്കും. അവർ സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളായിരിക്കും. അവർക്ക് ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു കിൻഷിപ്പ് ഫാമിലി എന്നതിനേക്കാൾ കുറച്ചും കൂടെ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റിലേഷൻ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ ക്യാരക്ടേഴ്സ് ഓഫ് കമ്മ്യൂണിറ്റി നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ എന്തൊക്കെയാണ്, അവർക്കൊരു ഡെഫിനിറ്റ് ടെറിട്ടറി, ഒരു ടെറിട്ടറി ഉണ്ടായിരിക്കും. ഒരു ഡെഫിനിറ്റ് ടെറിട്ടറി ഉണ്ടായിരിക്കും, പോപ്പുലേഷൻ, ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, ഒരു ക്ലോസ് സോഷ്യൽ റിലേഷൻ കാണിക്കുന്നവരായിരിക്കും. അവർക്കൊരു എന്താണ്, ഒരു കൾച്ചർ, അവരുടെ സെയിം കൾച്ചർ, ഒരു പർട്ടിക്കുലർ സോഷ്യൽ ഗ്രൂപ്പിന് എല്ലാവർക്കും എന്തായിരിക്കും, ഒരേ കൾച്ചർ ആയിരിക്കും. അവർക്കൊരു വി ഫീലിംഗ്, നമ്മളെന്നൊരു ഫീലിംഗ് ഉണ്ടായിരിക്കും. അവരുടെ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓർഗനൈസ്ഡ് ആയിരിക്കും. ഇത്രയുമാണ് ക്യാരക്ടേഴ്സ് ഓഫ് എ കമ്മ്യൂണിറ്റി. ഇനി 2 ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റി നമ്മൾ പഠിക്കുന്നത്, ഗ്രേറ്റ് ആൻഡ് ലിറ്റിൽ കമ്മ്യൂണിറ്റികൾ എന്തൊക്കെയാണെന്നാ. അപ്പൊ ഫസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ പറയുന്നേ ഗ്രേറ്റ് ആൻഡ് ലിറ്റിൽ കമ്മ്യൂണിറ്റി. നമ്മളൊരു ഗ്രേറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വേൾഡ് അല്ലെങ്കിൽ ഒരു നേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അതൊരു വലിയ കമ്മ്യൂണിറ്റി, ഒരു ഗ്രേറ്റർ കമ്മ്യൂണിറ്റിയാണ്. ഗ്രേറ്റർ കമ്മ്യൂണിറ്റികൾ ഉള്ളതുകൊണ്ട് സ്മോളർ കമ്മ്യൂണിറ്റികളുടെ അവരുടെ ഇമ്പോർട്ടൻസ് നഷ്ടപ്പെട്ടു പോകുന്നു എന്നല്ല, അതിപ്പോഴും ഒരു വയബിൾ യൂണിറ്റ്. നമ്മളിപ്പോ ഞാനൊരു ഇന്ത്യൻ ആണ് എന്നത് നമുക്ക് ഓക്കെ, നമ്മൾ ഇന്ത്യൻ ആണ്, നമ്മൾ എല്ലാവരും ഇന്ത്യൻ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പരസ്പരം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇന്ത്യൻ ആണെങ്കിലും ഞാൻ എന്താണ്, ഞാനൊരു മലയാളിയാണ്. അവിടെ എന്ത് വരും, അതൊരു സ്മോളർ കമ്മ്യൂണിറ്റിയാണ്. ഇപ്പൊ ഗ്രേറ്റർ കമ്മ്യൂണിറ്റിക്കകത്ത ഒരു ലിറ്റിൽ കമ്മ്യൂണിറ്റിയാണ് ഞാൻ എൻ്റെ മലയാളി എന്ന ഐഡന്റിറ്റി. ഓക്കെ, അപ്പം ലാർജർ കമ്മ്യൂണിറ്റികൾ ഉണ്ട് എന്ന് കരുതി സ്മോളർ കമ്മ്യൂണിറ്റികൾ എന്ത് ചെയ്യുന്നില്ല, എലിമിനേറ്റ് ചെയ്യപ്പെടുന്നില്ല. കാരണം ഈ സ്മോളർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഇന്റിമേറ്റ് റിലേഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്ലോസ്നെസ് ഉള്ളൊരു ഗ്രൂപ്പായിരിക്കും. അവിടെ പക്ഷെ ഗ്രേറ്റർ കമ്മ്യൂണിറ്റിയുടെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഗ്രേറ്റർ കമ്മ്യൂണിറ്റികളിൽ ഓപ്പർച്യൂണിറ്റി, സ്റ്റെബിലിറ്റി, എക്കണോമി അല്ലെങ്കിൽ അങ്ങനെ ഒരു റിച്ചർ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് ഉണ്ടായിരിക്കും. ഒരു മോർ വേരിയഡ് കൾച്ചർ കാണാൻ പറ്റും ഗ്രേറ്റർ കമ്മ്യൂണിറ്റികളിൽ. പക്ഷേ സ്മോളർ കമ്മ്യൂണിറ്റികളിലാണ് കുറച്ചും കൂടെ നമ്മൾ അടുത്ത് എന്നുള്ള ഫീലിംഗ്, നമ്മുടെ നിയറർ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ക്ലോസ് റിലേഷൻ വരുന്നത് എപ്പോഴും സ്മോളർ കമ്മ്യൂണിറ്റികളിലായിരിക്കും. അപ്പം ലാർജർ കമ്മ്യൂണിറ്റികളിൽ നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യും, പീസ്, പ്രൊട്ടക്ഷൻ, പേട്രിയോട്ടിസം, ചിലപ്പം വാർ പോലും പ്രൊവൈഡ് ചെയ്യാനുള്ള ചാൻസ് എവിടെയുണ്ട്, ഗ്രേറ്റർ കമ്മ്യൂണിറ്റികളുണ്ട്. പക്ഷേ നമ്മൾ സ്മോളർ കമ്മ്യൂണിറ്റികൾ അല്ലെങ്കിൽ ലിറ്റിൽ കമ്മ്യൂണിറ്റികളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഫ്രണ്ട്സ്, ആ ഒരു എന്താണ്, ഒരു ഫേസ് ടു ഫേസ് റൈവൽറി ആണെങ്കിലും ക്ലോസ്നെസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രൈഡ്, നമുക്കൊരു ലോക്കൽ പ്രൈഡ് ഉണ്ടാവും, ഞാനൊരു മലയാളിയാണ് എന്നൊരു പ്രൈഡ് ഉണ്ടാവും. അപ്പോൾ എവിടെ കാണാൻ പറ്റും, അതൊക്കെ ലിറ്റിൽ കമ്മ്യൂണിറ്റികളിൽ കാണാൻ പറ്റും. ഇനി കമ്മ്യൂണിറ്റിയുടെ ബേസിസ്, എങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാകുന്നു എന്ന് നോക്കുവാണെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ബേസിക് ഫാക്ടേഴ്സ്, അതിൻ്റെ ലൊക്കാലിറ്റിയും അതിൻ്റെ കമ്മ്യൂണിറ്റി സെൻറ്റിമെൻറ്റുമാണ് ഏതൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്താലും അതിൻ്റെ ബേസിസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പം എന്ത് ചെയ്യും, ഇത് രണ്ടും സോഷ്യൽ കൊഹറൻസ് അല്ലെങ്കിൽ ഒരു യൂണിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു യുണീക്നെസ് എന്നല്ല, നമ്മൾ ഒന്ന് എന്നുള്ള ആ ഒരു ഫീലിംഗ് പ്രൊവൈഡ് ചെയ്യാൻ എവിടെ പറ്റും, ഈ എന്തിനു പറ്റും, കമ്മ്യൂണിറ്റിക്ക് പറ്റും. അതിന് കാരണം 2 മെയിൻ ഫാക്ടേഴ്സ് ആണ്. അതിന്റെ ലൊക്കാലിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പേഷ്യൽ ഓറിയന്റേഷൻ എവിടെയാണ്, അതിന്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളതാണ്. പിന്നെ കമ്മ്യൂണിറ്റി, നമ്മളൊരു കമ്മ്യൂണിറ്റി ആണ് എന്നുള്ളത് നമ്മുടെ ആ സെന്റിമെന്റ്, ആ ഒരു ഇമോഷണൽ ഫീലിംഗ്, അതാണ് രണ്ടാമത്തെ ഫാക്ടർ. ഫസ്റ്റ് ഒന്ന് നോക്കാം. ലൊക്കാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോഗ്രഫിക്കൽ ഏരിയ, നമ്മൾ ഒക്കുപ്പൈ ചെയ്യുന്ന ഏരിയയാണ് കാണിക്കുന്നത്. ഒരു ഫിസിക്കൽ ബേസിസാ അല്ലെ, ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ബേസിസാ. ഇനി ഒരു നൊമാഡിക് കമ്മ്യൂണിറ്റി എടുത്താൽ പോലും, നൊമാഡ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, വാണ്ടറേഴ്സ് ആണ്. അവർക്ക് പ്രത്യേകം, അവർക്ക് സ്വന്തമായ ഒരു സ്ഥലം. നമ്മൾ ഒരു വീട് കെട്ടി വീട് താമസിക്കുന്ന പോലെയല്ല, അവർ എന്ത് കാണത്തില്ല, സ്വന്തമായിട്ടൊരു വീട് കാണത്തില്ല. ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ അവിടുന്ന് വേറൊരു ഏരിയയിലേക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ട്രാവൽ ചെയ്ത്. ഇപ്പൊ ഹിപ്പി, ജിപ്സി പോലുള്ള ആളുകളില്ലേ, അവരൊക്കെ എന്താണ്, ട്രാവലിംഗ് ട്രൈബുകൾ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവർക്ക് നൊമാഡിക് ട്രൈബുകളാണെന്ന് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളവർ പോലും, അവർക്ക് പോലും എന്ത് കാണാൻ പറ്റും, ഒരു ലോക്കൽ ഏരിയ ഒരു എക്സിസ്റ്റ് ചെയ്യണ്ടേ, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഒന്നിച്ച് കൂടുന്നു, അവർ ട്രാവൽ ചെയ്യുന്നു എങ്കിലും എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വന്ന് അവർ ഒന്നിച്ച് അവിടെ താമസിക്കണം, എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, മറ്റൊരു ഏരിയയിലേക്ക് പോകുന്നത്. അപ്പൊ അവർക്ക് എന്തുണ്ട്, ഒരു ഫിസിക്കൽ ബേസിസ് ഉണ്ട്. അപ്പൊ എല്ലാ കമ്മ്യൂണിറ്റികൾക്കും എന്തുണ്ട്, അവരവരുടേതായ ഒരു ലൊക്കാലിറ്റി ഉണ്ട്. അപ്പൊ സൊസൈറ്റിയും
കമ്മ്യൂണിറ്റി നമ്മളൊരു കോൺട്രാസ്റ്റ് എന്താന്ന് വെച്ചാൽ, ഒരു കമ്മ്യൂണിറ്റി എന്താണ് ലോക്കലി ലിമിറ്റഡ് ആണ്. നമ്മുടെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒരു ലാർജർ ഏരിയ അല്ലെങ്കിൽ ബ്രോഡർ കൺസെപ്റ്റ് ആണ്. അതേസമയം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ലോക്കലി ലിമിറ്റഡ് ആണ്. ഒരു കുറച്ച് ഏരിയനെ മാത്രം റെപ്രസെന്റ് ചെയ്യുന്നവയായിരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ നമുക്ക് സോഷ്യൽ കോണ്ടാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നമുക്കൊരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യും, ഒരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഉണ്ടാകും കമ്മ്യൂണിറ്റികളിൽ. അതേപോലെ ഇപ്പൊ ഫെസിലിറ്റീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തതിന്റെ ഫലമായിട്ട് കമ്മ്യൂണിറ്റി എന്താണ് കുറച്ചുകൂടെ ഗ്രോത്ത് അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഉണ്ടായിട്ടുണ്ട്. ഈവൻ നമ്മുടെ ഒരു അർബൻ വേ ഓഫ് ലിവിങ് ഈവൻ റൂറൽ ഏരിയയിലേക്ക് പോലും സ്പ്രെഡ് ചെയ്യുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ് നമ്മുടെ ലൊക്കാലിറ്റിയെ കാണിക്കുന്നു. ഇനി കമ്മ്യൂണിറ്റി സെന്റിമെന്റ് എന്താന്ന് ചോദിച്ചാൽ, അപ്പൊ കമ്മ്യൂണിറ്റി സെന്റിമെന്റ് എന്താന്ന് ചോദിച്ചാൽ, specific local areas which lack social coherence necessary to give them a community character in today's world. നമ്മളിപ്പോ നമുക്ക് ലൊക്കാലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നതിന് പുറമെ നമുക്ക് എന്താണ് ഞാൻ ഇതെന്റെ കമ്മ്യൂണിറ്റി ആണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതെന്റെ ആ ഒരു ഫീലിംഗ്, സോഷ്യൽ കൊഹറൻസിന്റെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവണം. ഇപ്പോ ഒരു വാർഡ് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ ഒരു ലാർജർ സിറ്റി താമസിക്കുന്ന ആളുകൾക്ക് ഈ ഒരു എന്ത് ചെയ്തില്ല, ഒരു ക്ലോസ്നെസ് അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് ഉണ്ടാവത്തില്ല. അപ്പൊ നമ്മൾ കൊല്ലംകാരെല്ലാം എന്ന് നമ്മൾ പറയുമെങ്കിലും, കൊല്ലം അല്ലെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രംകാരെല്ലാം എന്ന് നമ്മൾ പറയുമെങ്കിലും, ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു പർട്ടിക്കുലർ ഏരിയ, ആ ഒരു ഏരിയക്ക് എന്താണ്, അല്ലെങ്കിൽ ഇപ്പം ആ ഒരു പർട്ടിക്കുലർ ഏരിയക്ക് മാത്രം നമുക്ക് എന്തായിരിക്കും കുറച്ചുകൂടി ഇന്റിമസി തോന്നും, കുറച്ചുകൂടി ഒരു പേഴ്സണൽ ആ ഒരു ക്ലോസ്നെസ് ഫീൽ ചെയ്യും. അതാണ് കമ്മ്യൂണിറ്റി സെന്റിമെന്റ്. അപ്പൊ ലാർജർ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു സെന്റിമെന്റൽ ഫീലിംഗ് കുറച്ചുകൂടി കുറവായിരിക്കും നമുക്ക്. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ഏരിയ കാണിച്ചാൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാൻ പറ്റില്ല, അതിനൊരു കമ്മ്യൂണിറ്റി എന്ന് വിളിക്കാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് പറയാം ഡിസ്ട്രിക്ട് ഒരു കമ്മ്യൂണിറ്റി ആണ്, അല്ലെങ്കിൽ ഒരു നേഷൻ ഒരു കമ്മ്യൂണിറ്റി ആണ്. പക്ഷെ എന്ത് ചെയ്തില്ല, അത്രയും ഇന്റർപേഴ്സണൽ റിലേഷൻ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു നെയ്ബർഹുഡിനെ നമുക്ക് ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റിയായി അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് എന്ത് ചെയ്യില്ല, ആ ഒരു ബിലോങ്ങിങ്നെസ് അല്ലെങ്കിൽ ടുഗെദർനെസ് ഉണ്ടാവത്തില്ല, ആ ഒരു ഫീലിംഗ് ഉണ്ടാവത്തില്ല. അവിടെ എന്തുണ്ടാവില്ല, കമ്മ്യൂണിറ്റി സെന്റിമെന്റ് ഉണ്ടാവില്ല. അപ്പൊ ഇതൊന്നും ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നില്ല. അവിടെ ഒരു വി ഫീലിംഗ് എന്നുള്ളത് കുറവായിരിക്കും. അത്രയുമാണ് കമ്മ്യൂണിറ്റി സെന്റിമെന്റ്സ് അല്ലെങ്കിൽ ബേസിസ് ഓഫ് എ കമ്മ്യൂണിറ്റി. ഇനി എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി സെന്റിമെന്റ് എന്തൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ വി ഫീലിംഗ്, നമ്മൾ എന്ന ഫീലിംഗ്. റോൾ ഫീലിംഗ്, അത് ഓരോരുത്തർക്കും ഒരു റോൾ പ്ലേ ചെയ്യാനുണ്ടാവും. ഡിപ്പെൻഡൻസി ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ പോകുന്നതിനെയാണ് ഡിപ്പെൻഡൻസി ഫീലിംഗ് എന്ന് വിളിക്കുന്നത്. വി ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം വി എന്നല്ലെങ്കിൽ നമ്മൾ, നമ്മുടെ, വി ആൻഡ് അവേഴ്സ് എന്നുള്ള ആ ഒരു കോമൺ ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യണം. അത് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു ഫീലിംഗ് നമുക്ക് റിവീൽ ചെയ്യാനുണ്ടായിരിക്കും. നമുക്കത് അങ്ങനെ നമ്മൾ പുറത്തൊരു നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഒരു മലയാളി ഒരാളിനെ കണ്ടാൽ നമ്മുടെ നാട്ടുകാരാണെന്ന് അറിയുമ്പോൾ നമ്മൾ എന്നുള്ളൊരു ഫീൽ നമുക്ക് ഉണ്ടാവത്തില്ലേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വി ഫീലിംഗ് എന്ന് കാണിക്കുന്നത്. ഈ റോൾ ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സബോർഡിനേഷൻ ടു ദ ഹോൾ, ആ ഒരു പർട്ടിക്കുലർ ആ ഒരു ഹോൾ കമ്മ്യൂണിറ്റിയുടെ സബോർഡിനേറ്റ് ആണ് ഞാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അംഗമാണ് ഞാൻ, അതിനകത്തൊരു റോൾ എനിക്ക് പ്ലേ ചെയ്യാനുണ്ടാവും. ഇപ്പൊ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ഉള്ള 2 കുട്ടികളെ കണ്ടു. അപ്പൊ അവർക്ക് എന്താണ്, അവർക്കൊരു ഗാർഡിയൻ എന്ന നിലയ്ക്ക് പുറത്ത് വെച്ച് ഞാൻ കണ്ടു. അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഗാർഡിയൻഷിപ്പ് കൊടുക്കാൻ എനിക്ക് അങ്ങനെ ഒരു റോൾ ഫീൽ ചെയ്യും, അങ്ങനെ ഒരു ഉത്തരവാദിത്വം എനിക്ക് ഫീൽ ചെയ്യും. അപ്പൊ എന്താണ്, ഞാൻ എൻ്റെ ആ ഹോൾ കമ്മ്യൂണിറ്റിയുടെ സബോർഡിനേറ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് എന്താണ് ഒരു ഹാബിറ്റുവേഷൻ ഫീലിംഗ് നമുക്കുണ്ടാവും, ആ ഒരു ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഇനി ഡിപ്പെൻഡൻസി ഫീലിംഗ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു കമ്മ്യൂണിറ്റി ഉള്ള ആളാണെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലുള്ള മറ്റുള്ളവരുമായിട്ട് നമുക്കൊരു ഡിപ്പെൻഡൻസി തോന്നും. ആ ഒരു ഇൻഡിവിജ്വൽ സെൻസ് ഉണ്ടാവില്ല, ഞാൻ എന്ന് ഉള്ള ഒരു ഐഡിയ ഇവിടെ ഉണ്ടാവില്ല, കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും ഉണ്ടാവത്തില്ല. ഇനി അവിടെ നമുക്ക് ഫിസിക്കൽ ഡിപ്പെൻഡൻസും സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസും ഉണ്ടാവും. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും എന്ത് ചെയ്യും, ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ആണെങ്കിൽ അതെടുത്തോണ്ട് നമ്മൾ എപ്പോഴും പറയുന്നത് അമ്മയോടായിരിക്കും. അപ്പോൾ ആ ഒരു ഫിസിക്കൽ ഡിപ്പെൻഡൻസി ഉണ്ടാകും. നമ്മൾ ദൂരെ പോയാലും എന്ത് ചെയ്യും, നമ്മൾ ഹോസ്റ്റലിൽ പോയി താമസിക്കുമ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് എന്നൊരു ആ ഒരു ഫീൽ ഉണ്ടാവും. എന്താണ്, അതൊരു സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസി. ചിലപ്പോൾ ഫുഡിന് പ്രശ്നം കാണില്ല, പക്ഷേ എന്താണ്, നമ്മളെ ഫുഡിനെ നമ്മൾ മിസ് ചെയ്യും. കാരണം അതൊരു മാനസികമായ ഒരു അടുപ്പമാണ്. അതെത്രയുമാണ് എന്താ ഡിപ്പെൻഡൻസി ഫീലിംഗ് കാണിക്കുന്നത്. അപ്പോൾ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി സെന്റിമെന്റ് കഴിഞ്ഞു. ഇനി നോക്കുന്നത് ക്രൈറ്റീരിയ ഓഫ് കമ്മ്യൂണിറ്റിയുടെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൂടുതലും എന്താണ്, നമ്മൾ മിക്കവാറും എല്ലാവരും വെരി സ്മോൾ കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സ് ആയിരിക്കും. ലാർജ് കമ്മ്യൂണിറ്റിയിലെ മെമ്പർ അല്ലെങ്കിൽ പോലും എല്ലാവരും സ്മോൾ കമ്മ്യൂണിറ്റിയുടെ മെമ്പറായിട്ട് നിർബന്ധമായിട്ടും ആയിരിക്കും. ഇനി നമ്മുടെ
നമ്മളൊരു ബിഗ് സിറ്റി താമസിച്ചാൽ പോലും നമ്മളെല്ലാവരും സ്മോൾ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മാറാറുണ്ട്. കാരണം നമ്മുടെ ഇൻട്രസ്റ്റ് കട്ട് ഡൗൺ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു ബേസിക് ആയിട്ട് എല്ലാവർക്കും ഒരു ഫാമിലി ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ റിലീജിയൻ ഉണ്ടാവുമല്ലോ. ഇതെല്ലാം എന്താണ്? നമ്മുടെ സ്മോൾ കമ്മ്യൂണിറ്റികളാണ്. അപ്പോൾ അവിടെ മനുഷ്യന്മാരെല്ലാം എന്ത് ചെയ്യുന്നു? ഇത്തരം സ്മോൾ കമ്മ്യൂണിറ്റിയുടെ മെമ്പേഴ്സ് ആയിട്ട് മാറും. ഇവിടെ ഇതാ പറയുന്നത്, ഓക്കെ, അതായത് ഒരു കമ്മ്യൂണിറ്റി നമ്മൾ എടുത്താൽ ഇപ്പം അതൊരു എന്താണ് മക്കൈവർ പോയിന്റ് ഔട്ട് ചെയ്തത്. മക്കൈവർ പറയുന്നത് ഇപ്പം നമ്മൾ എത്ര നമ്മൾ ആളുകളെ തമ്മിൽ കട്ട് ഔട്ട് ചെയ്യുന്നു, നമ്മൾക്ക് ചുറ്റും അയൺ കർട്ടൻസ് നമ്മൾ ഉണ്ടാക്കി എടുത്താൽ പോലും ആ ഒരു കമ്മ്യൂണൽ ഫീലിംഗ് എന്നുള്ളത് നഷ്ടപ്പെട്ടു പോകത്തില്ല. അപ്പൊ എന്താണ്, എത്ര വാൾസ് നമ്മൾ ഇടയ്ക്ക് പണിഞ്ഞാൽ, എത്ര ലാർജർ അല്ലെങ്കിൽ അയൺ കർട്ടനുകൾ നമ്മൾ പണിഞ്ഞാലും ആളുകൾക്ക് കമ്മ്യൂണൽ ഫീലിംഗ്, അത് കമ്മ്യൂണിറ്റി എന്ന ഒരു ഫീലിംഗ് എന്ത് ചെയ്യത്തില്ല, നഷ്ടപ്പെട്ടു പോകത്തില്ല. അവയെല്ലാം എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഒന്നിച്ച് എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പൊ കമ്മ്യൂണിറ്റി അപ്പൊ ഒരു സോഷ്യൽ കൊഹറൻസ് കാണിക്കുന്ന ഒരു പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഒരു എലമെന്റ് ആണ്. മക്കൈവറിന്റെ ഐഡിയ അനുസരിച്ച് എന്താണ്, നമ്മൾ ഇനി എത്ര വലിയ വോളുകൾ അല്ലെങ്കിൽ അയൺ കർട്ടനുകൾ പണിഞ്ഞാലും കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി പെട്ട ആള് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് നമുക്ക് നഷ്ടപ്പെടത്തില്ല. നമ്മുടെ ആ എക്സാമ്പിളായിട്ട് പറയുന്നത്, ഇപ്പൊ നമുക്ക് എല്ലാ കാലത്തും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു റിലീജിയസ് ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് ജീവിക്കാൻ പറ്റി എന്ന് വരത്തില്ല. പക്ഷേ നമ്മൾ എല്ലാ കാലവും എന്താണ്, ഒരു പർട്ടിക്കുലർ ഏരിയയില് അപ്പൊ ഞാൻ എന്റെ ജന്മസ്ഥലം ഇതാണ് എന്നുള്ളത് മാറാൻ പോകുന്നില്ലല്ലോ. അപ്പൊ ആ ഒരു ജന്മസ്ഥലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഞാൻ എന്റെ ട്രൈബൽ അല്ലെങ്കിൽ എന്റെ ഒരു റിലീജിയസ് ഓർഗനൈസേഷൻ ഇതാണ് എന്ന് പറയുന്നത് എന്ത് ചെയ്തില്ല, മാറത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഐഡിയകൾ എന്ത് ചെയ്യും, അതേപോലെ എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് കമ്മ്യൂണിറ്റിയെ ഇങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യാം. അതായത് നിങ്ങൾ ഈ പോയിന്റ് എടുക്കുന്ന ഒരു കൺക്ലൂഷൻ പോലെയൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്. അവിടെ എന്താ, ഒരു പർട്ടിക്കുലർ ഏരിയയിലായിരിക്കും അവർ താമസിക്കുന്നത്. അവരുടെ ഇടയ്ക്ക് ഡിവിഷൻ ഓഫ് ലേബർ, ഇന്ന ജോലി ചെയ്യുന്ന ആളുകൾ എന്നത് കാണാൻ പറ്റും. അവർക്കെല്ലാം ഒരേ സെയിം കൾച്ചർ ആയിരിക്കും. അവിടെ എന്തുണ്ട്, യൂണിറ്റി അല്ലെങ്കിൽ ഒരു ബിലോങ്ങിങ്നെസ് അല്ലെങ്കിൽ വി ഫീലിംഗ് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അവരെന്ത് ചെയ്യും, കളക്റ്റീവ് ടുഗെദർ അല്ലെങ്കിൽ ഒന്നിച്ചായിരിക്കും. അവരുടെ വേ ഓഫ് ലിവിങ് അല്ലെങ്കിൽ എന്ത് ആക്ഷൻ ആയാലും എന്തായിരിക്കും, ഒന്നിച്ചായിരിക്കും. ഇനി കമ്മ്യൂണിറ്റിയും അസോസിയേഷനും തമ്മിലുള്ള ബന്ധം എന്താന്ന് നോക്കിയാൽ, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിവിഷൻ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് ആണ് അസോസിയേഷൻ. ഒരു ടൈപ്പ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് തന്നെയാണ് അസോസിയേഷൻ. എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഏതെങ്കിലും ഒക്കെ ഒരു പർപ്പസ്, ഒരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഗോൾ ഉണ്ടാവും, ഒരു പർട്ടിക്കുലർ ഗോൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന സോഷ്യൽ ഗ്രൂപ്പുകളെയാണ് നമ്മൾ അസോസിയേഷനുകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ആർമി, സ്കൂൾ എന്നൊക്കെ. ഇപ്പൊ ആർമി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫൻസ് പ്രൊവൈഡ് ചെയ്യാൻ, അതായത് കൺട്രീനെ സംരക്ഷിക്കാൻ വേണ്ടി. സ്കൂൾ നോളജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ഫോം ചെയ്യുന്ന എന്താണ്, അസോസിയേഷനുകളാണ്, സോഷ്യൽ ഗ്രൂപ്പുകളെയാണ് നമ്മൾ അസോസിയേഷനുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, പെർമനന്റ് ആയിരിക്കും. ഫാമിലി എന്ന് പറയുന്നത് മാറത്തില്ല. പക്ഷെ സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ചേഞ്ച് ചെയ്യാം, മാറ്റം വരാവുന്നതാണ്. ഇവർക്ക് എന്തായിരിക്കും, ഒരു ഡിഫറെന്റ് പർപ്പസ് അല്ലെങ്കിൽ എൻഡ് പോയിന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. എന്തിനെ കമ്പയർ ചെയ്യാം, അസോസിയേഷനും നമ്മൾ സോഷ്യൽ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയെയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അവർക്ക് എല്ലാവർക്കും ഡിഫറെന്റ് കൈൻഡ് ഓഫ് സോഷ്യൽ റിലേഷൻ. ഇപ്പം അസോസിയേഷൻ ആണെങ്കിലും കമ്മ്യൂണിറ്റി ആണെങ്കിലും ഡിഫറെന്റ് കൈൻഡ് ഓഫ് സോഷ്യൽ റിലേഷനുകൾ അവിടെ ക്രിയേറ്റ്. അസോസിയേഷൻ സ്കൂൾ എടുക്കുമ്പോൾ ഫ്രണ്ട്സ് ഉണ്ടാവും, ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു എന്താണ് ലൈബ്രറിയൻ അല്ലെങ്കിൽ ഒരു റീഡർ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് റിലേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതേസമയം കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ വേറെ ടൈപ്പ് ഓഫ്, ഇപ്പം റിലീജിയസ് കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ സെയിം റിലീജിയസ് ഓർഗനൈസേഷനിൽ പെടുന്ന ആളുകൾ, അതല്ലെങ്കിൽ ആ ഒരു ബിലീഫിൽ പെടുന്ന ആളുകൾ. അപ്പം അങ്ങനെയുള്ള ഡിഫറെന്റ് കൈൻഡ് ഓഫ് സോഷ്യൽ റിലേഷനുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ആണോ അത് കമ്മ്യൂണിറ്റി ആണോ എന്ന് കണ്ടുപിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ ആ എൻഡ് പോയിന്റിലും അവരുടെ പ്ലൂറാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ എൻഡ് ഗോൾ എന്താണ് അതിലെ വ്യത്യാസം അനുസരിച്ചാണ് നമ്മളൊരു കമ്മ്യൂണിറ്റിയെയും അസോസിയേഷനെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയുന്നത്. അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പറയുന്ന ഇന്ത്യയിലെ കമ്മ്യൂണിറ്റികൾ, ഇപ്പം കമ്മ്യൂണലിസം കാണിക്കുന്ന അവയെല്ലാം എന്തല്ല, കമ്മ്യൂണിറ്റികളല്ല. കമ്മ്യൂണലിസം എന്ന് പറഞ്ഞാൽ എന്താ, കമ്മ്യൂണിസം അല്ല, കമ്മ്യൂണലിസം. അതായത് ഇപ്പം
ഒരു പർട്ടിക്കുലർ റിലീജിയനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി. ആ പൊളിറ്റിക്കൽ പാർട്ടി എന്ത് ചെയ്യും, അവരുടെ ആ ഒരു ഐഡിയോളജി മാത്രം സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ആ ഒരു റിലീജിയസ് സുപ്പീരിയോറിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കും, ആ റിലീജിയനെ സുപ്പീരിയോറിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പൊ അത് അങ്ങനെ കാണിക്കുന്നതിനാണ് കമ്മ്യൂണലിസം എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണലിസം കാണിക്കുന്നവരെല്ലാം എന്താവണം എന്നില്ല, കമ്മ്യൂണിറ്റി ആവണം എന്നില്ല. അതൊക്കെ ചിലപ്പോൾ അസോസിയേഷനുകളാണ്. കാരണം എന്താണ്, അവർക്ക് അവരുടെ ഗോളുകളുണ്ട്, അത് ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്. അവിടെയാണ് എന്ത് ചെയ്തത്, കമ്മ്യൂണിറ്റി ആൻഡ് അസോസിയേഷൻ തമ്മിലുള്ള ഡിഫറൻസ്. ഇങ്ങനെയുള്ള കമ്മ്യൂണലിസ്റ്റ് ഗ്രൂപ്പുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം, എത്നിക്കൽ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ കാരണം അവർക്ക് എന്താണ്, ഒരു പർട്ടിക്കുലർ സോഷ്യൽ ആൻഡ് റിലീജിയസ് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ആശ്രമം ഇവിടേക്ക് എന്താണ്, ഇവർക്ക് ഒരു റിലീജിയസ് ഒരു ഐഡിയോളജി വരുന്നത് കൊണ്ട് എന്താകുന്നില്ല, ഇവരെല്ലാം എന്താകുന്നില്ല, കമ്മ്യൂണിറ്റി ആകണം എന്ന് നിർബന്ധമില്ല. അത്രേ ഉള്ളൂ. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കുന്നത് ഉട്ടോപ്യൻ കമ്മ്യൂണിറ്റീസ് ഓഫ് ദ USA. അവരും എന്താണ്, നമുക്കൊരു റിയൽ കമ്മ്യൂണിറ്റി എന്ന് കണക്കാക്കാൻ പറ്റില്ല. അവർക്ക് ഒരു സ്ഥലത്ത് ഒരു ഐഡിയോളജി താമസിച്ചാൽ പോലും ഇന്ത്യൻ വില്ലേജസിനെ നമ്മളിപ്പം യൂട്ടോപ്യൻ കമ്മ്യൂണിറ്റീസിന്റെ അത്രയും നമ്മളൊരു കമ്മ്യൂണിറ്റിയെ കണക്കാക്കുന്നത് പോലെ ഇന്ത്യൻ വില്ലേജസിനെ കണക്കാക്കാൻ പറ്റി എന്ന് വരില്ല. അടുത്തത് സോഷ്യൽ ഗ്രൂപ്പുകൾ. സോഷ്യൽ ഗ്രൂപ്പിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. കമ്മ്യൂണിറ്റി, അസോസിയേഷൻ, സോഷ്യൽ ഗ്രൂപ്പ്. സോഷ്യൽ ഗ്രൂപ്പിന്റെ ഡെഫിനിഷൻ ഫസ്റ്റ് വൺ ആൽബിയൻ സ്മോൾ പറയുന്നതനുസരിച്ച് എന്താണ് ഒരു സോഷ്യൽ ഗ്രൂപ്പ്? എനി നമ്പർ ഓഫ് പീപ്പിൾ, എത്രയോ ആളുകൾ, ചെറുതായാലും വലുതായാലും അവർക്കൊരു ടുഗെദർനെസ് ഫീലിംഗ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. ബോഗറിഡസ് പറയുന്നതനുസരിച്ച് എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്? എ നമ്പർ ഓഫ് പേഴ്സൺസ്, ഒരു കൂട്ടം ആളുകൾ, അത് രണ്ടോ അതിലധികമോ ആകണം. അവരെന്ത് ചെയ്യുന്നു, അവർക്കൊരു കോമൺ ഒബ്ജക്റ്റീവ് അറ്റൻഷൻ ഉണ്ടാവും. എന്നുവെച്ചാൽ ഒരു ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്തതായിരിക്കും. അവർക്ക് ലോയൽറ്റി ഉണ്ടായിരിക്കും. അവരുടേതായ ഓർഗനൈസേഷനോടൊരു ലോയൽറ്റി കാണിക്കുന്നുണ്ട്. അവരെല്ലാം എന്ത് ചെയ്യും, അത്തരം സിമിലർ ആക്ടിവിറ്റികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇപ്പൊ ഒരു പർട്ടിക്കുലർ സോഷ്യൽ ഗ്രൂപ്പ്, അവർക്കെല്ലാം ഒറ്റ ഗോളാണ്. ആ ഗോള് നേടിയെടുക്കാൻ സോഷ്യൽ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സും ശ്രമിക്കും. അപ്പൊ അവരെല്ലാം എന്താണ്, ലോയലാണ്. ഇനി ആ പർട്ടിക്കുലർ സോഷ്യൽ ഗ്രൂപ്പിന്റെ എല്ലാ ആക്ടിവിറ്റികളിലും എന്ത് ചെയ്യും, അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പൊ അവരെന്താണ്, ഒരു സ്മോളർ ആക്ടിവിറ്റികളിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഗ്രീൻ അർണോൾഡ് ഡിഫൈൻ ചെയ്യുന്നതനുസരിച്ച് എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്? ഇറ്റ്സ് എൻ അഗ്രഗേറ്റ്, ഒരു കൂട്ടം ഇൻഡിവിജ്വൽസ് ആണ്, ഒരു കൂട്ടം ആളുകളാണ്. അവർക്ക് എന്താണ്, അവർക്ക് കോമൺ ആയ ഇൻട്രസ്റ്റ് ആൻഡ് ആക്ടിവിറ്റീസ്, അവരുടെ പ്രവർത്തനങ്ങളും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും കോമൺ ആയിരിക്കും. അങ്ങനെ ഓർഗനൈസ് ചെയ്യപ്പെട്ട ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സോഷ്യൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നതെന്നാണ് അർണോൾഡ് പറയുന്നത്. ഇനി വില്യംസ് പറയുന്നതനുസരിച്ച് എന്താണ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, ഒരു അഗ്രഗേറ്റ് ഓഫ് ജനങ്ങളാണ്. അവിടെ എന്താണ്, അവർക്ക് എല്ലാവർക്കും ഇന്റർ റിലേറ്റഡ് ആയ റോളുകൾ, പരസ്പരം ചെയ്യാനുള്ള അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ട റോളുകൾ പെർഫോം ചെയ്യാൻ കാണും. അതൊരു യൂണിറ്റ് ഓഫ് ഇന്ററാക്ഷൻ, പരസ്പരം ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ സോഷ്യൽ ഗ്രൂപ്പിനെ കാണേണ്ടത് എന്നാണ് വില്യംസ് പറയുന്നത്. ഇനി സോഷ്യൽ ഗ്രൂപ്പുകളെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? സോഷ്യൽ ഗ്രൂപ്പുകളെ നമ്മൾ സെവറൽ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അത് കുറേ സോഷ്യോളജിസ്റ്റുകൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുമുണ്ട്. അവരുടെ താല്പര്യം, അവരുടെ ഓർഗനൈസേഷൻ, അവരുടെ പെർമനൻസ്, എത്ര കാലം നിലനിൽക്കുന്നു, അല്ലെങ്കിൽ അവർ പരസ്പരം കോണ്ടാക്ട് ചെയ്യുന്ന മെത്തേഡ്, അതെല്ലാം എന്താണ്, ഓരോരോ ക്രൈറ്റീരിയയാണ്. അതായത് സോഷ്യൽ ഗ്രൂപ്പുകളെ ക്ലാസിഫൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയയാണ്. ഗിൻസ്ബർഗിന്റെ ഐഡിയ അനുസരിച്ച് ഗ്രൂപ്പ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ന്യൂമറസ് വേസ്. നമുക്ക് പല വിധത്തിൽ എന്ത് ചെയ്യാം, ഗ്രൂപ്പുകളെ ക്ലാസിഫൈ ചെയ്യാം. അവരുടെ സൈസ്, അവരുടെ സ്പേസ്, അല്ലെങ്കിൽ അവരുടെ പെർമനൻസ്, അവരുടെ ഇൻക്ലൂസീവ്നെസ്, അവരുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അവരുടെ ഫോം ചെയ്ത വിധം എങ്ങനെയാണ്, അവരുടെ ആ ഓർഗനൈസേഷൻ ടൈപ്പ് എങ്ങനെയാണ്, ഇതനുസരിച്ച് എല്ലാം എന്ത് ചെയ്യാം, നമുക്ക് സോഷ്യൽ ഗ്രൂപ്പുകളെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് ഗിൻസ്ബർഗ് പറയുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് ഒരു 4-5 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ജോർജ് സിമ്മൽ അയാൾ ഉപയോഗിച്ച ക്രൈറ്റീരിയ സൈസ് ആണ്. സൈസ് അനുസരിച്ചാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഇനി അദ്ദേഹം പറഞ്ഞു ഇൻഡിവിജ്വൽ വിത്ത് ഹിസ് സൊസൈറ്റൽ കണ്ടീഷനിങ് ഇസ് മോസ്റ്റ്, കാരണം അവരുടെ സൈസ്, ഒരു ഇൻഡിവിജ്വലും അവരുടെ സോഷ്യൽ കണ്ടീഷനിങ്ങുകളും വെച്ചിട്ട് എത്ര പേര് ഒരു ഗ്രൂപ്പിൽ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അവരുടെ നേച്ചർ എന്താണ് എന്നത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ,
ക്ലാസിഫിക്കേഷൻ നടത്താൻ എന്നാണ് സിമൽ പറയുന്നത്. അതനുസരിച്ച് അതിനൊരു എവല്യൂഷണറി സ്റ്റേജ് ഉണ്ടെന്നാണ് സിമൽ പറഞ്ഞത്. ഫസ്റ്റ് വൺ നൊമാഡിക് ഗ്രൂപ്പ്, അതായത് ഇങ്ങനെ വോണ്ടറേഴ്സ് ആയിട്ട് നടക്കുന്ന ഫസ്റ്റ് സ്റ്റേജ്. അതിന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു സിംഗിൾ പേഴ്സൺ അവരുടെ ഗ്രൂപ്പ് റിലേഷനുകൾ സ്റ്റാർട്ട് ചെയ്യും. ഗ്രൂപ്പ് റിലേഷനിലേക്ക് വരുമ്പോൾ എന്താണ്, ഈ നൊമാഡ് ഡയാഡ് രണ്ടാവും, ട്രയാഡ് മൂന്നാകും. അങ്ങനെ ഒരു സ്മോളർ കളക്റ്റീവ്നെസ്, സ്മോളർ കളക്ടിവിറ്റികളായിട്ട്, സ്മോളർ ഗ്രൂപ്പുകളായിട്ട് എക്സിസ്റ്റ് ചെയ്യും. അത് പിന്നീട് ലാർജർ ഗ്രൂപ്പുകളായിട്ട് മാറും. ഇതാണ് എവല്യൂഷൻ സിമൽ പറയുന്നത്. ഇനി ഡ്വൈറ്റ് സാൻഡേഴ്സൺ പറയുന്നതനുസരിച്ച് അദ്ദേഹം സ്ട്രക്ചർ എന്താണോ അത് നോക്കിയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. അങ്ങനെ അദ്ദേഹം ഇൻവോളണ്ടറി, വോളണ്ടറി, ഡെലഗേറ്റ് ഗ്രൂപ്പ്സ് അങ്ങനെ ക്ലാസിഫൈ ചെയ്തത്. നമ്മൾ സ്വയം വേണം എന്ന് വെച്ച് ജോയിൻ ചെയ്യുന്നത്, നമ്മൾ നിർബന്ധമായും ജോയിൻ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നമുക്ക് താല്പര്യം ഉണ്ടായിട്ട് ജോയിൻ ചെയ്യുന്നത്, നമ്മൾ അല്ലാതെ തന്നെ നമ്മൾ മെമ്പറായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ പൊളിറ്റിക്കൽ റിലേഷൻ വരുന്നത് ഗ്രൂപ്പ്. ഇതാണ് എന്ത് സാൻഡേഴ്സന്റെ ക്ലാസിഫിക്കേഷൻ. കൂലയുടെ ക്ലാസിഫിക്കേഷൻ 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ്. അദ്ദേഹം പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ് ആണെന്നാണ് ക്ലാസിഫൈ ചെയ്ത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അവരുടെ കോണ്ടാക്ട്, അവർ തമ്മിലുള്ള കോണ്ടാക്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടാണ് അത് കൂലെ ക്ലാസിഫൈ ചെയ്തത്. ഇനി ഗിഡ്ഡിങ്സിന്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് അദ്ദേഹം അതിനെ ജനറ്റിക് എന്നും കോൺഗ്രഗേറ്റ് എന്നും വിളിച്ചു. അത് എന്ത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് ആളുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അത് വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, ജനറ്റിക്കോ കോൺഗ്രഗേറ്റോ ആകുന്നത്. സംനർ പറയുന്ന അനുസരിച്ച്, സംനറിന്റെ ഐഡിയ പഠിക്കാനുണ്ട്, ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും, അതായത് അവരുടെ ബേസിസ് ഓഫ് കോൺഷ്യസ്നെസ് ഓഫ് കൈൻഡ്, അതായത് എന്ത് ടൈപ്പ് ഓഫ് കോൺഷ്യസ്നെസ് ആണ് ആളുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അത് വെച്ചിട്ട് സംനർ ക്ലാസിഫൈ ചെയ്ത് ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും, അതും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇനി ജോർജ് ഹെയ്സൺ ക്ലാസിഫൈ ചെയ്തത് അവര് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് വേറൊരു ഗ്രൂപ്പുമായിട്ട് എന്ത് റിലേഷനാണ്, അങ്ങനെ ക്ലാസിഫൈ ചെയ്തത് 3 ടൈപ്പ് ഉണ്ട്, അൺസോഷ്യൽ, സ്യൂഡോ സോഷ്യൽ, പ്രോ സോഷ്യൽ. ഇനി മില്ലറിന്റെ ക്ലാസിഫിക്കേഷൻ, അദ്ദേഹം ഗ്രൂപ്പുകളെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, ഹൊറിസോണ്ടലും വെർട്ടിക്കലും. ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഇത് കൂലയാണ് തന്നത്. കൂല അദ്ദേഹത്തിന്റെ ബുക്കായിരുന്ന സോഷ്യൽ ഓർഗനൈസേഷനിലാണ് ഇത് തന്നേക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സ്മോൾ, ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ഉള്ള, അല്ലെങ്കിൽ ഒരു ഇന്റിമേറ്റ് കോർപ്പറേറ്റ് റിലേഷൻ ഉള്ള, സ്ട്രോങ് ലോയൽറ്റി കാണിക്കുന്ന ഗ്രൂപ്പാണ് പ്രൈമറി ഗ്രൂപ്പ്. അവരുടെ എൻഡ് ഇൻ ടേംസ് എല്ലാ കാര്യങ്ങൾക്കും പരസ്പരം എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ കുറച്ച് മെമ്പേഴ്സ്, സ്മോൾ ആണ്, അവർക്ക് വളരെ അടുത്ത ക്ലോസ് റിലേഷൻ ഉണ്ട്, ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ഉണ്ട്, അത് കണക്ക് ഒരു ഇന്റിമേറ്റ് റിലേഷൻ ഉണ്ട്, ലോയൽ ആയിരിക്കും. അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു എന്ത് ചെയ്യും, ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പാണ്. എൻഡ് ഇൻ ദംസെൽസ് ആയിരിക്കും. അപ്പൊ പ്ലഷർ, എൻജോയ്മെന്റിന് എല്ലാത്തിനും എന്ത് ചെയ്യും, അവരെ തന്നെ പരസ്പരം ആശ്രയിക്കും. പുറത്തോട്ടൊരു എന്ത് പോകുന്നില്ല, അവർക്ക് ഡിപ്പെൻഡൻസി ഉണ്ടാവുന്നില്ല. ഇനി പ്രൈമറി ഗ്രൂപ്പുകൾ ഏതെങ്കിലും ഒരു മെമ്പർ മാറിപ്പോയാലും ഈ ഗ്രൂപ്പ് അവസാനിക്കും, ആ ഗ്രൂപ്പിന്റെ എക്സിസ്റ്റൻസ് ഇല്ലാതാകും. പെട്ടെന്ന് ഒരു പർട്ടിക്കുലർ ഫാമിലി അച്ഛൻ ഇല്ലാതാകുന്നു, എന്ത് ചെയ്യും, ആ ഫാമിലിയുടെ ഫുൾ എക്സിസ്റ്റൻസിനെ അത് ബാധിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതാണ് അത്. നമുക്ക് അതിനെ എക്സാമ്പിൾ ആയിട്ട് ഫാമിലി, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് ഒക്കെ പ്രൈമറിക്ക് എക്സാമ്പിളാണ്. ഈ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൈമറിയുടെ ഓപ്പോസിറ്റ് ആണ് സെക്കൻഡറി. അതായത് ലാർജർ ഗ്രൂപ്പ് ആയിരിക്കും, കുറച്ചുകൂടെ വലിയ ഗ്രൂപ്പ് ആയിരിക്കും. അവിടെ ഒരു പേഴ്സണൽ റിലേഷൻ ഇല്ല, ഇംപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഒരു ഫോർമൽ റിലേഷൻ ആയിരിക്കും, ഒരു ലിമിറ്റഡ് റിലേഷൻ ആണ്. ഇപ്പൊ നമ്മുടെ ബോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പേഴ്സണൽ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അവർക്ക് എന്താണ്, കുറച്ച് ലിമിറ്റഡ് ആണ്, ഫോർമൽ ആണ്. ഒരു സ്പെസിഫൈഡ് റിലേഷൻ, നമുക്കൊരു സ്പെസിഫിക് റിലേഷനറി എങ്ങനെ വേണം, എങ്ങനെ പെരുമാറണം എന്നെല്ലാം എന്താണ് സ്പെസിഫിക് വേ ഉണ്ടായിരിക്കും. അവിടെ ഡിവിഷൻ ഓഫ് ലേബർ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒരു എക്സാമ്പിൾ ആണ് എന്താണ്, ഇപ്പൊ ഒരു പർട്ടിക്കുലർ മെമ്പർ അത് മാറിപ്പോയാലും ഇല്ലേലും ആ പർട്ടിക്കുലർ ഗ്രൂപ്പിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇപ്പം വെച്ചാൽ അവർക്കൊരു റീപ്ലേസ് ചെയ്യാൻ ഈസിലി റീപ്ലേസബിൾ ആണ്. അതുകൊണ്ടാണ് എക്സാമ്പിൾ ആയിട്ട് ഫുട്ബോൾ ടീം, ഒരു ഫുട്ബോൾ മെമ്പർ മാറിപ്പോയെന്ന് എഴുതിയിട്ട് ഫുട്ബോൾ ടീം പിരിച്ചുവിടുന്നില്ലല്ലോ, വേറെ എന്ത് ചെയ്യും, വേറെ മെമ്പറെ അവർ എടുക്കും, അത്രേ ഉള്ളൂ. ഒരു മ്യൂസിക് ക്ലബ്ബ്, ഫാക്ടറി, ആർമി, ഇതെല്ലാം എന്താണ്, സെക്കൻഡറി ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ പ്രൈമറി ഗ്രൂപ്പ് സ്മോളും സെക്കൻഡറി ഗ്രൂപ്പ് കുറച്ചും കൂടെ വലുതുമായിരിക്കും. പ്രൈമറി ഗ്രൂപ്പിൽ ഒരു പേഴ്സണൽ ഇന്റിമേറ്റ് റിലേഷൻ ആണെങ്കിൽ ഒരു ഇംപേഴ്സണൽ റിലേഷൻ ആണ് സെക്കൻഡറി ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ. പ്രൈമറി ഗ്രൂപ്പിൽ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പക്ഷെ സെക്കൻഡറി ഗ്രൂപ്പിൽ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പ്രൈമറി ഗ്രൂപ്പിൽ ഒരു ലോയൽറ്റി, നമ്മൾ വി ഫീലിംഗ് കാണാൻ പറ്റും. സെക്കൻഡറി ഗ്രൂപ്പിൽ അതൊരു എന്താണ്, അത്ര ഒരു വി ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ലോയൽറ്റി ഉണ്ടാവില്ല, ഒരു അനോണിമിറ്റി, അത് നമുക്കൊരു പരസ്പരം അത്ര പേഴ്സണൽ ആയിട്ട് അറിയണം എന്ന് കൂടിയില്ല. അതാണ് സെക്കൻഡറി ഗ്രൂപ്പ്. അത് കണക്ക്
ഇൻഫോർമാലിറ്റി എവിടെ ഉണ്ടാവില്ല. ഇൻഫോർമാലിറ്റി ആയിരിക്കും എവിടെ ഉണ്ടാകുന്നത്, പ്രൈമറി ഗ്രൂപ്പിൽ ഉണ്ടാകും. നമ്മൾ ഇത്ര ഫോർമൽ റിലേഷൻ അല്ലല്ലോ നമുക്ക് ഇവിടെ വീട്ടിലുണ്ടായിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഇൻഫോർമാലിറ്റി കാണാൻ പറ്റും. നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് ഒരു പേര് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അവിടെ ഒരു ഓഫീസറോ അല്ലെങ്കിൽ അവരൊരു പർട്ടിക്കുലർ മീറ്റിംഗ് പ്ലേസോ, നിങ്ങൾ കുടുംബത്തിലെ മെമ്പേഴ്സിനോടെല്ലാം നിങ്ങൾ ഇത്ര മണിക്ക് ഡൈനിങ് ടേബിളിൽ വന്നിരിക്കണം എന്നൊന്നും നമ്മൾ പറയാറില്ലല്ലോ. അപ്പൊ എന്താണ് ഒരു പർട്ടിക്കുലർ മീറ്റിംഗ് പ്ലേസ് അല്ലെങ്കിൽ പർട്ടിക്കുലർ മീറ്റിംഗ് ടൈം, അതിന് നോക്കാൻ ഒരു ഓഫീസർ, ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതെല്ലാം എവിടെ കാണാൻ പറ്റും, സെക്കൻഡറി ഗ്രൂപ്പിൽ കാണാൻ പറ്റും. പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ഓറിയന്റഡാ, ആ ഒരു പേഴ്സണൽ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ്. സെക്കൻഡറി ഗ്രൂപ്പുകൾ എന്തായിരിക്കും, എപ്പോഴും ഗോൾ ഓറിയന്റഡ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നത് ഒരു സ്ഥാപനം, ഇന്നതാണ് ആ പർട്ടിക്കുലർ നമുക്ക് തരുന്ന ഗോൾ. അപ്പൊ ആ ഗോൾ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്. ഇനി പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ഇൻക്ലൂസീവ് ആണ്. അതേ ഇൻക്ലൂസീവ്നെസ് ഓഫ് റിലേഷൻ കാണിക്കും. സെക്കൻഡറി ഗ്രൂപ്പിൽ അത്രയും എന്ത് ചെയ്തില്ല, ആ ഒരു ഇൻക്ലൂസീവ്നെസ് ഇല്ല. നമുക്ക് വേഗം സബ്സ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്ത്, ദിസ് വൺ സെക്കൻഡറി ഗ്രൂപ്പ്. അത് കണക്ക് ലവ്, സിമ്പതി, മ്യൂച്വൽ ഹെൽപ്പ് പോലുള്ള സാധനങ്ങൾ സെക്കൻഡറി ഗ്രൂപ്പിൽ ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. ഇപ്പം നമ്മൾ എല്ലാ വർക്കിംഗ് പ്ലേസിലും നമ്മുടെ കോവർക്കേഴ്സുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷനോ അല്ലെങ്കിൽ ആ ഒരു ലവ് അല്ലെങ്കിൽ സിമ്പതി എന്ന് പറയുന്നുണ്ടാവില്ല. ഒരു വർക്ക് റിലേറ്റഡ് റിലേഷൻ മാത്രമേ നമുക്ക് അവരുമായിട്ട് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അവിടെ ഒരു സെൽഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വാലിറ്റി എപ്പോഴും എക്സിസ്റ്റ് ചെയ്യും സെക്കൻഡറി ഗ്രൂപ്പിൽ. ഇനി പ്രൈമറി ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ആയിരിക്കും അല്ലെങ്കിൽ നോൺ റാഷണൽ ആയിരിക്കും നമ്മുടെ ഡിസിഷൻ. നമ്മൾ ലോജിക്കിനെ ബേസ് ചെയ്തുള്ള ഇപ്പം ലോജിക്ക് ഐഡിയോളജി വെച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കാം എന്നൊന്നും ഒരു ഫാമിലിയിൽ ആരും സംസാരിക്കുന്നില്ല. അപ്പൊ എന്താണ്, നോൺ റാഷണൽ ഡിസിഷൻസ് ആയിരിക്കും. സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ റാഷണൽ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ഡിസിഷൻ എടുക്കുന്നവരായിരിക്കും. എപ്പോഴും എന്താണ്, ആ ഒരു എഫിഷ്യൻസിക്ക് എംഫസിസ് കൊടുക്കും. അടുത്തത് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബർത്ത് ഓർഡർ അല്ലെങ്കിൽ ഏജ് എന്നുള്ള നിലയ്ക്കാണ് വരുന്നത്. അത് വെച്ചാൽ മൂത്ത മകൻ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള മകൻ, ആ ഒരു ഓർഡർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പിലേക്ക് വരുമ്പോഴത്തേക്കും അങ്ങനെ ആരുടെ ഏജോ ബർത്തോ അനുസരിച്ചല്ല, ഒരു 10 മിനിറ്റ് ഏജോ ബർത്തോ അനുസരിച്ചല്ല, പകരം എന്താണ്, പൊസിഷൻ അനുസരിച്ചാണ്. ചിലപ്പോൾ എൻ്റെ സുപ്പീരിയർ ചിലപ്പോൾ എന്നേക്കാൾ ഇളയതായിരിക്കും, പക്ഷെ അവരുടെ പൊസിഷൻ അനുസരിച്ച് ഞാൻ എന്ത് ചെയ്യണം, അവരെ ബഹുമാനിക്കേണ്ടതും അവരുടെ അനുസരിക്കേണ്ടതായിട്ടും വരും. അത് കണക്ക് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, നമ്മൾ നോക്കും പ്രൈമറി ഗ്രൂപ്പിനാണ് നമുക്ക് ഇമ്പോർട്ടൻസ്. നമുക്ക് എപ്പോഴും കോവർക്കറിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുമല്ലോ നമ്മുടെ ഫാമിലി മെമ്പർ. അപ്പൊ അതാണ് പറഞ്ഞത്, എപ്പോഴും ഇമ്പോർട്ടൻസ് ആർക്കാണ്, പ്രൈമറി ഗ്രൂപ്പിനാണ്. അത് കഴിഞ്ഞുള്ള ഇമ്പോർട്ടൻസ് മാത്രമേ എന്തിന് വരുന്നുള്ളൂ, സെക്കൻഡറി ഗ്രൂപ്പിന് വരുന്നുള്ളൂ. മോഡേൺ വേൾഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിനൊക്കെ കുറേ ചേഞ്ച് വരും. ആ ഒരു പ്രൈമറി ബോണ്ടിങ്, പേഴ്സണൽ റിലേഷൻ, ഇതൊന്നും നമുക്ക് അത്ര എന്ത് ചെയ്യുന്നില്ല, ഒരു പ്രൈമറി ഗ്രൂപ്പിലേക്ക് വരുന്നില്ല. കാരണം ഇപ്പം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒക്കെ വളർന്ന് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഈ ഒരു കൈൻഡ് ഓഫ് ചേഞ്ച് ഉണ്ടാവും. ഒരു ഡിഫറെൻറ്റ് സിസ്റ്റം ഫുള്ള് ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അടുത്തൊരു ഇതാണ് ടാസ്ക് ഗ്രൂപ്പ്. എന്താന്ന് വെച്ചാൽ ടാസ്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇത് പ്രൈമറിയും അല്ല സെക്കൻഡറിയും അല്ല, ഒരു ഇന്റർമീഡിയറ്റ് ഗ്രൂപ്പാണ് എന്തെന്ന് പറയുന്നത്, ടാസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവർക്ക് സ്വന്തം ഫീച്ചേഴ്സ് ഉണ്ട്. വെച്ചാൽ പ്രൈമറിയുടെയും സെക്കൻഡറിയുടെയും കുറച്ച് ഫീച്ചേഴ്സ് ഉള്ള ഒരു ഇന്റർമീഡിയറ്റ് ഗ്രൂപ്പാണ് നമ്മൾ ടാസ്ക് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. സെറ്റ് ഓഫ് ടാസ്ക്, കൃത്യമായ കുറച്ച് ഗോൾ അല്ലെങ്കിൽ കൃത്യമായ കുറച്ച് ടാസ്കുകൾ ഏൽപ്പിച്ചു, അത് ആ പർപ്പസുകൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഗ്രൂപ്പാണ് ടാസ്ക് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വർക്കേഴ്സിന്റെ ടീം അല്ലെങ്കിൽ കമ്മിറ്റി അല്ലെങ്കിൽ അവരുടെ പാനൽ, ഇതൊക്കെ എന്താണ് ടാസ്ക് ഗ്രൂപ്പിന് എക്സാമ്പിളാണ്. മോസ്റ്റ് കോമൺ, ഇതൊക്കെ സാധാരണ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ്, മോസ്റ്റ് കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ് ഇത്തരം ടാസ്ക് ഗ്രൂപ്പുകൾ. അത് സ്മോൾ ആവാം. പ്രൈമറി ഗ്രൂപ്പുമായിട്ട് സിമിലാരിറ്റി എന്താണെന്ന് വെച്ചാൽ ടാസ്ക് ഗ്രൂപ്പുകളും പ്രൈമറി ഗ്രൂപ്പുകളെ പോലെ എന്താണ്, സ്മോൾ ആണ്, എഫിഷ്യൻസി കാണിക്കുന്നതായിരിക്കും. ഇനി കാരണം ഇപ്പം നമുക്കറിയാം, ഇപ്പം നമുക്കൊരു വലിയൊരു ലാർജർ ഫേം എടുക്കാം. ആ ഫേമിലേക്ക് വരുമ്പം ഇപ്പം HR ഒരു ടീം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ നോക്കുന്ന ഒരു ടീം, ടെക്നിക്കൽ ഗ്രൂപ്പ് ഒരെണ്ണം ഉണ്ടാവും, സോഫ്റ്റ്വെയറിന്റെ ഗ്രൂപ്പ് ഒരെണ്ണം ഉണ്ടാവും, അല്ലെങ്കിൽ ഇവരുടെ ഹെൽപ്പിംഗ് ഗ്രൂപ്പ് ഒരെണ്ണം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഒരു വലിയ ലാർജർ ഫേമിൽ പോലും ആളുകളെ അല്ലെങ്കിൽ വർക്കേഴ്സിനെ ഇങ്ങനെ സ്മോളർ ഗ്രൂപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്ത് വെച്ചേക്കുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം ഈ സ്മോളർ ഗ്രൂപ്പുകൾക്ക് എഫിഷ്യൻസി കൂടുതലാണ്. എല്ലാവരും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതിനേക്കാളും ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ആളുകളെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ ടാസ്ക് ഏൽപ്പിക്കും, അവരത് ചെയ്യണം. ഇതാണ് ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ഇതാണ് ടാസ്ക് ഗ്രൂപ്പ്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ജെമിൻഷാഫ്റ്റും ജെസൽഷാഫ്റ്റും. ശരിക്കും എന്താണ്, ഇതൊരു കമ്മ്യൂണിറ്റി എന്താണ്
സൊസൈറ്റി എന്നുള്ള അർത്ഥമാണ് ഈ രണ്ട് വാക്കുകൾക്ക്. ഇത് നമ്മുടെ ടോൺസ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ, ടോൺസ് ആണ് ഈ ഒരു ഐഡിയോളജി കൊണ്ടുവന്നേക്കുന്നത്. ജിമിൻ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി, ജെസൽ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റി. അതാണ് ശരിക്കും സംഭവം. അപ്പം നമ്മളൊരു ജിമിൻ ഷാഫ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എടുക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ ആ ഒരു ഐഡിയോളജിയാണ്. കൂടുതൽ റിലേഷൻഷിപ്പ്, ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ജിമിൻ ഷാഫ്റ്റ്. ഇപ്പൊ എക്സാമ്പിളോട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്യൂഡൽ സിസ്റ്റം എക്സിസ്റ്റ് ചെയ്തില്ലേ ഫ്രാൻസിൽ, ആ ഫ്യൂഡൽ മാനറിലെ ഫ്യൂഡൽ ആ ഒരു ഓർഡർ എന്ന് പറഞ്ഞെടുക്കുവാണെങ്കിൽ അവിടെ നമുക്ക് പേഴ്സണൽ റിലേഷൻഷിപ്പും ആ ഒരു സ്റ്റേറ്റസ് ഒബ്ലിഗേഷനും കാണാൻ പറ്റും. ഇപ്പൊ ഫ്യൂഡൽ ലോഡ് എന്ന് പറയുന്ന ആള് പെസൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ടല്ലോ. ഈ പെസൻസിനെ ഇദ്ദേഹത്തിന് എന്ത് ചെയ്തിരിക്കാം, എപ്പോഴും പേഴ്സണലി അറിയാം. പേഴ്സണലി അറിയാത്ത വർക്കേഴ്സ് ഒന്നും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. അവർക്ക് തമ്മിൽ പരസ്പരം അറിയാൻ പറ്റും, പേഴ്സണലി അറിയാൻ പറ്റും. പക്ഷേ എന്നാലും ഈ ഫാമേഴ്സ് അദ്ദേഹത്തിന്റെ കീഴിൽ അവർക്ക് ചെയ്യേണ്ട കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കും, കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കണം, കുറച്ച് തൊഴിൽ ചെയ്തു തീർക്കണം. എന്നാൽ മാത്രമേ ശമ്പളം കിട്ടൂ. അപ്പൊ ആ ഒരു സ്റ്റേറ്റസ് ഡിഫറെന്റ് ആവും. വർക്കർ അല്ലെങ്കിൽ അവരുടെ ലോഡ് അല്ലെങ്കിൽ അവർക്ക് മുകളിലുള്ള ഫ്യൂഡൽ ലോഡ് എന്നുള്ളൊരു ആ ഒരു സ്റ്റേറ്റസ് വ്യത്യാസമായിരിക്കും. പേഴ്സണലി അറിയാമെങ്കിൽ പോലും എന്താണ്, അവർക്കൊരു സ്റ്റേറ്റസ് ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റസ് ഡിഫറെന്റ് ആയിട്ട് കാണാൻ പറ്റും. ഇനി ജെസൽ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റി എന്നുള്ള അർത്ഥമാണ്. ഇതൊരു കോൺട്രാക്ട് സൊസൈറ്റി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഒന്നും ഉണ്ടാവില്ല. അവിടെ ട്രഡീഷണലോ പേഴ്സണൽ, നമ്മുടെ സാധാരണമായി കാണപ്പെടുന്ന ട്രഡീഷണൽ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് കാണപ്പെടുന്ന ഒരു ഇംപേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻ അവിടെ ഉണ്ടാവില്ല. അവിടെ എന്താണ്, ഒരു കോൺട്രാക്ട് ബേസിസിൽ ഫോം ചെയ്യുന്നത്. ഇപ്പോൾ റിട്ടേൺ എഗ്രിമെന്റിന്റെ പുറത്ത് ഫോം ചെയ്യുന്നവയാണ് ജെസൽ ഷാഫ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. കോമൺ കോഡ് ഓഫ് ബിഹേവിയർ ഒക്കെ ഉണ്ടായിരിക്കും. കുറച്ച് ഇവിടെ നമ്മൾ പറയുന്നത് റാഷണൽ അല്ലെങ്കിൽ കോൾഡ് ബ്ലഡഡ് കാൽക്കുലേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നൊക്കെയാണ്. അതായത് ഇപ്പം ഒരു മാർക്കറ്റ് സിസ്റ്റം, അവിടെ നമ്മൾ വരുന്ന ഒരു ബയറും സെല്ലറും, അവിടെ എന്താണ്, ബാർഗെയിനിങ് നടക്കും. ബയറിന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവണം, ബയറിന് കൂടുതൽ എന്താണ്, അയാൾ കൊടുക്കുന്ന പൈസയ്ക്ക് കൂടുതൽ ക്വാളിറ്റി ഉണ്ടാവണം, സെല്ലറിന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവണം. അപ്പോൾ അവിടെ ബാർഗെയിനിങ് നടക്കും. അവിടെ എന്താണ് ശരിക്കും, അവിടെ പേഴ്സണൽ റിലേഷൻ അല്ല, ട്രഡീഷണൽ റിലേഷൻ അല്ല, പകരം എന്താണ്, ആ ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എഴുതി തയ്യാറാക്കിയ കരാർ എന്ന അടിസ്ഥാനത്തിലല്ല, പകരം എന്താ ആ ഒരു സിസ്റ്റം, നമ്മൾ തമ്മിൽ എനിക്ക് നിനക്ക് ലാഭം ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും കച്ചവടം നടക്കണം. ഇതാണ് ശരിക്കും എന്ത്, ജെസൽ ഷാഫ്റ്റ്. അപ്പൊ ജെമിൻ ഷാഫ്റ്റുകൾ പ്രൈമറി ഗ്രൂപ്പുകൾ പോലെയും ജെസൽ ഷാഫ്റ്റുകൾ സെക്കൻഡറി ഗ്രൂപ്പുകൾ പോലെയുമാണ്. അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കിയാൽ ജിമിൻ ഷാഫ്റ്റ് പേഴ്സണലും ജെസൽ ഷാഫ്റ്റ് ഇംപേഴ്സണൽ ആണ്. ജിമിൻ ഷാഫ്റ്റ് ഇൻഫോർമൽ, ഇവിടെ ഫോർമൽ ആയിരിക്കും. ഇവിടെ ട്രഡീഷണൽ, യൂട്ടിലിറ്റേറിയൻ. ഇത് തിരിഞ്ഞു പോയല്ലേ, ആ ടെക്സ്റ്റിലുണ്ട് കേട്ടോ ഇതിന്റെ ഐഡിയ, നോക്കിയാൽ മതി. എനിക്ക് തോന്നുന്നു പിന്നെ അത് കട്ട് ചെയ്ത് ആഡ് ചെയ്തപ്പോഴത്തേക്കും തിരിഞ്ഞു പോയതാ. അപ്പൊ ഇത്രേ ഉള്ളൂ അതിന്റെ ജിമിൻ ഷാഫ്റ്റും ജെസൽ ഷാഫ്റ്റും. ഓക്കെ, സോഷ്യൽ ഗ്രൂപ്പുകൾ നോക്കാം. സോഷ്യൽ ഗ്രൂപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് നോക്കാം. ഓക്കെ, ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്. ഇത് സംനർ കൊണ്ടുവന്ന ഐഡിയയാണ്. ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഇൻസൈഡേഴ്സ്, അതായത് നമ്മളൊരു പർട്ടിക്കുലർ ഗ്രൂപ്പ്, അതിന്റെ അകത്ത് അതിന്റെ പുറത്ത്, ഇതാണ് ശരിക്കും ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിനകത്തുള്ളവരും ആ ഗ്രൂപ്പിനകത്തുള്ളവർക്ക് ഇതൊരു ഗ്രൂപ്പിന് പുറത്തുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇതിനെയാണ് ഇൻ ഗ്രൂപ്പ് എന്നും ഔട്ട് ഗ്രൂപ്പ് എന്നും വിളിക്കുന്നത്. സംനർ യൂസ് ദ ടേം ഇൻ ഗ്രൂപ്പ്. ഈ ഒരു ഐഡിയോളജി അദ്ദേഹം കൊണ്ടുവന്നേക്കുന്നത് അദ്ദേഹത്തിന്റെ ബുക്ക് ഫോക്വേ എന്ന് പറഞ്ഞ ബുക്കിലാണ്. അവിടെ അദ്ദേഹം പറയുന്നത് ഐ അല്ലെങ്കിൽ മീ അല്ലെങ്കിൽ ആ ഒരു ഐഡിയ, ഞാൻ, എൻ്റെ ഫാമിലി, എൻ്റെ റിലീജിയൻ, എൻ്റെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എൻ്റെ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സോ അല്ലെങ്കിൽ പിയേഴ്സോ അങ്ങനെ വല്ലതും ആകാം. അപ്പൊ ക്ലിക്ക് അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷണൽ, എൻ്റെ സെക്സ്, എൻ്റെ നേഷൻ, ഇതാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മൈ, പ്രൊനൗൺ മൈ എന്ന സാധനം ഉപയോഗിക്കും. ഐ ബിലോങ് ടു ദം എന്ന് പറഞ്ഞ സാധനം. ഇനി അതിന് പുറത്തുള്ള ആളുകൾ, അപ്പൊ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വീട്ട് അല്ലെങ്കിൽ അപ്പുറത്തെ ഫാമിലി, എൻ്റെ അടുത്തുള്ള ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഞാൻ ഉൾപ്പെടുന്നില്ല. അവിടെ ഞാൻ ആരാണ്, അവിടെ ഞാൻ ഒരു ഔട്ട്സൈഡ് മെമ്പർ ആണ്. അതിനെയാണ് ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അതിന് അദ്ദേഹം എക്സാമ്പിൾ ഒക്കെ ക്ലാൻസ് ഓഫ് കിൻസ്ഫോക്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് നോക്കുവാണെങ്കിൽ ആർ ഇമ്പോർട്ടൻറ്റ്
ബിക്കോസ് ദേ അഫക്ട് ബിഹേവിയർ. നമ്മുടെ ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്സ് ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നമ്മുടെ ഫാമിലിയിലെ ബിഹേവിയറൽ പാറ്റേൺ ആയിരിക്കില്ല നമ്മൾ പുറത്ത് കാണിക്കുന്നത്. അപ്പൊ എന്താണ്, നമ്മുടെ ബിഹേവിയറിനെ അഫക്ട് ചെയ്യുന്ന സിസ്റ്റമാണ് ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും. അപ്പൊ ഒരു ലോയൽറ്റി അല്ലെങ്കിൽ ഹെൽപ്ഫുൾനെസ് എന്ന് കാണിക്കാൻ പറ്റും. ഓക്കെ. ഇനി ഔട്ട് ഗ്രൂപ്പ് ഇൻ ഗ്രൂപ്പില് പോലെയല്ല, ഔട്ട് ഗ്രൂപ്പിൽ നമ്മളൊരു ഗ്രൂപ്പ്, ഇപ്പൊ നമ്മളിപ്പോ ഒരു പർട്ടിക്കുലർ പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ നമ്മൾ പോയി, നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള പെൺകുട്ടികളെ, അതേ പ്രായത്തിലുള്ള സമപ്രായക്കാരെ ഒരു ഗ്രൂപ്പായിട്ട് അവരെ അറ്റാച്ച് ചെയ്ത് കൂടെ നിർത്തും. പക്ഷേ അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, അതൊരു ശരിക്കും ഒരു ഇൻ ഗ്രൂപ്പ് ഫോം ചെയ്തതാണ്. എന്നാൽ അവിടെ എന്ത് ചെയ്തില്ല, അവിടെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നില്ല. അതാണ് അത് എന്താണ് ഒരു ഡിഫറെന്റ് ഒരു സിസ്റ്റമാണ്, വേറൊരു കൈൻഡ് ഓഫ് ഐഡിയോളജിയാണ്. അതേപോലെ തന്നെ ഔട്ട് ഗ്രൂപ്പുകളിലും നമുക്ക് എപ്പോഴും എന്ത് ചെയ്യും, ഒരു ഹോസ്റ്റിലിറ്റി കാണാൻ പറ്റും. അവർ പരസ്പരം ഒരു വൈരാഗ്യം എന്നുള്ള ഒരു സിസ്റ്റം നമുക്ക് കാണാൻ പറ്റും. എന്നുവെച്ചാൽ ഫ്രണ്ട്ലി കോമ്പറ്റീഷൻ. ഒരു ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ്, അപ്പൊ നമ്മൾ രണ്ട് വർക്കേഴ്സ് ഒന്നിച്ച് ഒരേ ഗോളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഇവർ തമ്മിൽ എന്താണ്, ഒരു കോമ്പറ്റീഷൻ കാണാൻ പറ്റും. ഇപ്പൊ ഒരു ക്ലാസ്സിൽ എടുക്കുവാണെങ്കിൽ തന്നെ സ്റ്റുഡിയസ് ആയിട്ടുള്ള 2-3 സ്റ്റുഡൻസ്, ഇവർ തമ്മിലൊരു ശത്രുത എന്നല്ല, പക്ഷെ എന്തായിരിക്കും, പഠനത്തിൽ ആര് മുന്നിൽ വരും എന്നുള്ളൊരു ഫ്രണ്ട്ലി കോമ്പറ്റീഷൻ നമുക്ക് കാണാൻ പറ്റും. ഇത് തന്നെയാണ് ഇപ്പം ഈ 12 വയസ്സുള്ള ഒരു കുട്ടി, ചിലപ്പോ അവന് ആ സമയത്ത്, ഈ 12 വയസ്സുള്ള സമയത്ത് എന്ത് ചെയ്യത്തില്ല, ആരുമായിട്ടും അധികം പെൺകുട്ടികളുമായിട്ട് ഇടപഴകുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ കുറച്ച് വലുതാകുമ്പോൾ ഒരു റൊമാൻറ്റിക് പേഴ്സൺ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഔട്ട് ഗ്രൂപ്പ് ഐഡിയോളജിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നത്. ഇത് തന്നെയാ പറഞ്ഞത് നേരത്തെ, എന്താണ് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് അവർ ഒന്നിച്ച് എന്ത് ചെയ്യും, അവർ ആ ഒരു കോൺവെർസേഷണൽ ഇൻട്രസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഏജിന്റെ ആ ഒരു സിമിലാരിറ്റി കൊണ്ടോ ആയിരിക്കും ഒരു ഗ്രൂപ്പായിട്ട് അവർ ഫോം ചെയ്യുന്നത്. പക്ഷേ അവിടെ നമുക്കൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകണം എന്നില്ല. ഇപ്പം എല്ലാവരുമായിട്ട് ഞാൻ സംസാരിച്ച എല്ലാവരോടും എനിക്കൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകണമെന്നോ അവരെ എല്ലാവരും ഞാൻ ഇഷ്ടപ്പെടണമെന്നോ ഇല്ല. ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഞാൻ കണ്ടത് അവരെയാണ്, അല്ലെങ്കിൽ എനിക്കൊരു ഗ്രൂപ്പായിട്ട് സംസാരിക്കാൻ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ട് സംസാരിച്ചു എന്ന് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ. ഇൻ ഗ്രൂപ്പുകളുമായിട്ട് അല്ലെങ്കിൽ ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പുകളുമായിട്ട് നമുക്ക് നോക്കിയാൽ ഇതിൽ നിന്ന് നമുക്ക് 2 മെയിൻ സിഗ്നിഫിക്കൻറ്റ് സോഷ്യോളജിക്കൽ പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്യുന്നത് കാണാം. ഇൻ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ഒരു സ്റ്റീരിയോ ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പിനെ കുറിച്ച് സ്റ്റീരിയോ ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ ഡൽഹി താമസിക്കുന്ന ആളുകൾക്ക്, ഇതിനകത്ത് തന്നിരിക്കുന്ന എക്സാമ്പിളാ, ഡൽഹി താമസിക്കുന്ന ആളുകൾക്ക് എപ്പോഴും എന്ത് ചെയ്യും, ബീഹാറിലോ UP-യിലോ താമസിക്കുന്ന ആളുകളെ പറ്റി ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടാകാം. ചിലപ്പോൾ അതൊരു പോസിറ്റീവ് ഐഡിയോ നെഗറ്റീവ് ഐഡിയോ ആയിട്ട് ആകാം. പക്ഷെ എന്ത് ചെയ്യും, ഒരു സ്റ്റീരിയോ ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യും. എന്നുവെച്ചാൽ അവർ അങ്ങനെയാണ് എന്ന് നമുക്ക് നമ്മുടെ മുൻധാരണകൾ വെക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ തന്നെ ആഫ്രിക്കയിലെ ആളുകൾ ഒരു ഡാർക്ക് കോണ്ടിനെന്റ് ആണ്, അവർക്ക് അത്രയും ഡെവലപ്മെന്റ് ഇല്ല, അവർ അത്ര സിവിലൈസ്ഡ് അല്ല എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അങ്ങ് മുൻധാരണയിൽ കാര്യങ്ങൾ തീരുമാനിക്കും. അതാണ് സ്റ്റീരിയോ ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ സ്റ്റീരിയോ ടൈപ്പ് ക്രിയേറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് അറിയാവുന്നത് എന്ത് ചെയ്യും, റെഡ്യൂസ് ദ അൺഫോർച്ചുനേറ്റ് എഫക്ട് ഓഫ് സച്ച് കാറ്റഗറി. നമുക്ക് അറിയാം, നമ്മൾ ഓൾറെഡി സ്റ്റീരിയോ ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് നമുക്ക് അതിൽ നിന്നുണ്ടാകുന്ന മറ്റ് നെഗറ്റീവ് എഫക്റ്റുകൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതെന്റെ സ്റ്റീരിയോ ടൈപ്പ് ആണ് എന്നെനിക്കറിയാം. അപ്പൊ എന്ത് ചെയ്യും, ശരിക്കും അങ്ങനെ ആവണം എന്ന് നിർബന്ധമില്ല എന്നൊരു തോന്നലും എനിക്ക് ഉണ്ടാകും. അതേ കണക്ക് തന്നെ ഇത് ബാരിയേഴ്സ് ബ്രേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ പെട്ടെന്ന് അതെന്റെ സ്റ്റീരിയോടിപ്പിക്കൽ ഫീലിംഗ് ആണ് എന്നറിയാം അല്ലെങ്കിൽ എന്നെനിക്ക് മനസ്സിലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരോട് എനിക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും. ഇനി രണ്ടാമത്തത് ഒരു ത്രെറ്റ്, അല്ലെങ്കിൽ നമുക്കൊരു റിയലോ നേരിട്ടോ അല്ലെങ്കിൽ ശരിക്കുള്ളതോ അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ട് ഒരു ത്രെറ്റ് എപ്പോഴും ഒരു ഔട്ട് ഗ്രൂപ്പിൽ നിന്ന് ഇൻ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് ഉണ്ടാകും എന്ന് വിശ്വസിക്കും. ശരിക്കും ഉണ്ടാവുകയോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നുന്നതോ ആയിരിക്കാം. പക്ഷെ എന്ത് ചെയ്യും, ആ ഒരു ത്രെറ്റ് ഫീലിംഗ് എപ്പോഴും ഇൻ ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് ഔട്ട് ഗ്രൂപ്പിലെ ആളുകളോട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് പറയുന്നത്. ഇപ്പം ഈ മെസ്സിനസ് അദ്ദേഹം ഒരു ചൈനീസ് സേജ് ആയിരുന്നു. അദ്ദേഹം പറയുന്നത് ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു ആങ്ങളെയും പെങ്ങളും, അതായത് സിസ്റ്റർ ആൻഡ് ബ്രദർ എത്ര തല്ലുകൂടിയാലും ഒരു ഔട്ട് ഗ്രൂപ്പിലെ മെമ്പർ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഔട്ട് ഗ്രൂപ്പിലെ ഒരു ആളുമായിട്ടൊരു കോണ്ടാക്ട് വരുമ്പോഴത്തേക്ക് അവർ എന്ത് ചെയ്യും, അവര് ഒന്നിച്ച് നിൽക്കും. അവര് ഒന്നിച്ച് അതിനെ നേരിടാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതാണ് മെസ്സിനസ് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ റെഫറൻസ് ഗ്രൂപ്പുകളാണ്. അത് നമ്മളൊരു മോഡൽ അല്ലെങ്കിൽ ഗൈഡ് ഗ്രൂപ്പുകളായിട്ടല്ലേ നമ്മുടെ ആക്ഷൻ ജഡ്ജ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്.
നമ്മൾ ഒരു റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രൂപ്പുകളിനെയാണ് റെഫറൻസ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഇതൊരു ആക്ച്വൽ ഗ്രൂപ്പ് ആകണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഒരു ഇമാജിനറി ഗ്രൂപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത് റിയലിസ്റ്റിക് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പൊ പറയാനാണെങ്കിൽ നമ്മുടെ അസസ്മെന്റിൽ അല്ലെങ്കിൽ ഒരു റെഫറൻസിന് വേണ്ടി മാത്രമാണ് റെഫറൻസ് ഗ്രൂപ്പുകളെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ സാൻസ്ക്രിറ്റൈസേഷന് നമ്മുടെ ശ്രീനിവാസന്റെ ഐഡിയോളജി, അതായത് കൂർഗ് ട്രൈബ്സ് എന്ത് ചെയ്തു, അവര് ലോവർ ട്രൈബ്സ് അവർക്ക് കുറച്ചും കൂടി ഹയർ ക്ലാസ്സിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവർ എന്ത് ചെയ്യും, ഈ ഹയർ ക്ലാസ്സിന്റെ പല ടൈപ്പ് ഓഫ് സിസ്റ്റം അവരുടെ റിച്വൽസ് എല്ലാം എന്ത് ചെയ്യും, കോപ്പി ചെയ്യും, ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പം പല ട്രൈബുകളും എന്ത് ചെയ്തു, ബ്രാഹ്മിൺസിനെ പോലെ സേക്രഡ് ത്രെഡ് ഇടാൻ തുടങ്ങി, അല്ലെങ്കിൽ അവരുടെ ട്രൈബൽ ഗോഡ്സിനെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മുടെ മഹാഭാരത രാമായണത്തിൽ പറയുന്ന പോലെ മഹാവിഷ്ണു, ശിവ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗോഡ്സിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരുടെ ഫുഡ് ഹാബിറ്റ്സ് എല്ലാം ചേഞ്ച് ചെയ്തു. ഇതെല്ലാം എന്താണ്, അവർക്ക് ഹയർ ക്ലാസ് ആകണം അല്ലെങ്കിൽ ഹയർ ക്ലാസ്സിനെ പോലെ റെസ്പെക്റ്റബിൾ ആയിട്ട് മാറണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവരുടെ കൈൻഡ് ഓഫ് റിച്വൽസ് വിട്ടിട്ട് ഹയർ ക്ലാസ്സിൻ്റെ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതൊരു മോഡലായിട്ട് സ്വീകരിക്കുകയാണ്. അവിടെ ശരിക്കും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകണം അല്ലെങ്കിൽ ഹയർ ക്ലാസ് ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. പക്ഷെ എന്ത് ചെയ്യും, അവരുടെ ആ ഒരു ഐഡിയോളജിയിലേക്ക് എത്തിച്ചേരാൻ അവര് താഴെയുള്ളവർ എന്ത് ചെയ്യും, അതായത് ലോവർ കാറ്റഗറി എന്ത് ചെയ്യും, ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ ഒരു ഇമാജിനറി ഐഡിയോളജി ആയിട്ടായാലും ആ ഇമാജിനറി ഗ്രൂപ്പിനെ എന്റെ റെഫറൻസ് പോയിന്റ് ആയിട്ട് കണക്കാക്കിയിട്ട് അവരോളം എത്താൻ ശ്രമിക്കുക. ഇതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ്, ഇപ്പൊ എന്നൊരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത്, എപ്പോഴും ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് IAS ട്രെയിനീസിനെ എന്ത് ചെയ്യും, ഒരു റെഫറൻസ് ഗ്രൂപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. സെക്കൻഡ് വൺ, ഫസ്റ്റ് ഗ്രൂപ്പ്, അതായത് സ്ട്രൈവ് ടു ബി ലൈക്ക് ദ മെമ്പേഴ്സ്. അവരെ ആകാൻ നമ്മൾ ഫസ്റ്റ് നമ്മുടെ റെഫറൻസ് ഗ്രൂപ്പിനെ പോലെ ആകാൻ നമ്മൾ ശ്രമിക്കും. അതൊരു പോസിറ്റീവ് റെഫറൻസ് ആയിട്ട് മാറാം. ഇപ്പം നോൺ ബ്രാഹ്മിൻസ്, അത് തന്നെയാണ് വീണ്ടും ശ്രീനിവാസന്റെ ഐഡിയോളജി തന്നെയാണ് പറഞ്ഞ നോൺ ബ്രാഹ്മിൻസ് എന്ത് ചെയ്തു, ആ ബ്രാഹ്മിൻസിന്റെ ഐഡിയ അല്ലെങ്കിൽ ബ്രാഹ്മിൻസിന്റെ വേ ഓഫ് ലിവിങ് എമുലേറ്റ് ചെയ്യാൻ, അതായത് ഇമിറ്റേറ്റ് ചെയ്യാൻ എന്ത് ചെയ്തു, ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആ ബ്രാഹ്മിൻസിന്റെ പ്രസ്റ്റീജ് കിട്ടണം എന്ന് കരുതിയിട്ടാ. അപ്പൊ അവരെന്ത് ചെയ്യും, ആ ഫസ്റ്റ് റെഫറൻസ് ഗ്രൂപ്പ് ആകാനായിട്ടുള്ള ശ്രമം സെക്കൻഡ് ഗ്രൂപ്പ് നടത്തിക്കൊണ്ടേയിരിക്കും. ഇനി ഈ ഫസ്റ്റ് ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് അപ്പം ഞാൻ ഒരു ലോവർ കാറ്റഗറി, ഹയർ കാറ്റഗറി, ഈ ലോവർ കാറ്റഗറിയിലുള്ള മെമ്പേഴ്സിന് നമുക്ക് നമ്മുടെ ഐഡിയോളജി കൊണ്ട് തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. മറ്റുള്ളവര് ഓക്കെ, അവർ ഹയർ ക്ലാസ് ആണ് അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെയൊക്കെ ഐഡിയോളജി ഉണ്ടെന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ എനിക്ക് എൻ്റെ റിച്വൽ അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റം, എൻ്റെ കൾച്ചറിനോട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ അവർ എന്ത് ചെയ്യുന്നില്ല, ലോവറിൽ നിന്ന് ഹയറിലേക്ക് പോകാനൊരു ശ്രമം നടത്തത്തില്ല. ആ ഒരു ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതാണ് വ്യത്യാസം. ഇതിനപ്പം അവരെന്ത് ചെയ്യുന്നു, നെഗറ്റീവ് റെഫറൻസ് ഗ്രൂപ്പായിട്ട് കണക്കാക്കും. ഹയർ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിനെ എന്തായിട്ട് കണക്കാക്കും, നെഗറ്റീവ് റെഫറൻസ് ഗ്രൂപ്പായിട്ട് കണക്കാക്കും. അതായത് എക്സാമ്പിൾ USA വൈറ്റ്സ്, അവർക്ക് ആഫ്രിക്കൻ അമേരിക്കൻസും അല്ലെങ്കിൽ ആഫ്രിക്കൻ അമേരിക്കൻ, അവരുടെ രാജ്യത്ത് ഒരുപാട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആളുകളുണ്ട്. അവരുടെ കൾച്ചർ അക്സെപ്റ്റ് ചെയ്യുന്നു, പക്ഷെ കൾച്ചറിനെ അംഗീകരിക്കുന്നു എന്ന് കരുതി അവരാകാനൊരു ശ്രമം നടത്താറില്ല USA വൈറ്റ്സ്. അടുത്തത് ഓക്കെ, ഇനി ഇതേ സെയിം ഐഡിയോളജി പറയുന്നത് തന്നെയാണ് നാലാമത്തതും. എന്താണ്, ഒരു ഹയർ ഗ്രൂപ്പ് ഉണ്ട്, ആ ഹയർ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യും, അപ്രൈസ് ചെയ്യും. അവരെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അവരുടെ വേ ഓഫ് ലിവിങ്, അവരുടെ വേ ഓഫ് ആ ഒരു കൾച്ചർ ഫുള്ള് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്രൈസ് ചെയ്യുന്നു, അപ്രിഷിയേറ്റ് ചെയ്യുന്നു. ആ ഒരു നമ്മുടെ സ്റ്റാൻഡേർഡിൽ നിന്ന് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ആ കമ്പാരിസൺ നടത്തി നമ്മൾ എന്ത് ചെയ്യും, അവരെ ഒരു റെഫറൻസ് ഗ്രൂപ്പായിട്ട് ഉപയോഗിക്കും. അത്രേ ഉള്ളൂ. എന്ത് ചെയ്യുന്നില്ല, അതൊരു സ്ട്രൈവിങ്, ആ ഒരു കംപ്ലീറ്റ് അത്രയും ആകാനുള്ള സ്ട്രൈവിങ് നടക്കത്തില്ല. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നോൺ ടീച്ചിങ് ഗ്രൂപ്പ്, നമ്മുടെ കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലുള്ള പിയൂൺ അല്ലെങ്കിൽ ഹെൽപ്പേഴ്സ് ടീച്ചേഴ്സിനെ പോലെ അവർ അത്രയും പങ്ക്ച്വൽ ആവണം, അവർ അത്രയും കോമ്പാറ്റബിൾ ആവണം, അവർ അത്രയും നല്ലപോലെ പെർഫോം ചെയ്യണം എന്നാഗ്രഹിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അവരെ പോലെ ക്ലാസ്സിൽ കയറി പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹമല്ല, പക്ഷെ അവരുടെ ആ ഒരു പെർഫോമൻസ് രീതി എനിക്കും ഉണ്ടാകണം എന്നാഗ്രഹിക്കും. ഇതാണ് നാലാമത്തെ ഐഡിയോളജി. ഇനി വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഗ്രൂപ്പ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയ മിസ്റ്റേക്ക് ടെക്സ്റ്റിൽ വന്നിരിക്കുന്ന ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. വെർട്ടിക്കൽ ഗ്രൂപ്പിൽ മില്ലർ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഓൾ വാക്സ് ഓഫ് ലൈഫ്, അതായത് ഒരു വെർട്ടിക്കൽ ഗ്രൂപ്പ്. വെർട്ടിക്കൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇപ്പം ഡോക്ടേഴ്സ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ്, ഈ ചിലപ്പോൾ അതിനകത്ത് ക്രിസ്ത്യൻ ഡോക്ടറോ ഹിന്ദു ഡോക്ടറോ മുസ്ലിം ഡോക്ടറോ ഒക്കെ ഉണ്ടാകും. പക്ഷെ അവര് എന്താണ്, ആ ജോബിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിനകത്ത് ഡിഫറെന്റ് കൈൻഡ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഡിഫറെന്റ് റിലീജിയസ് ഐഡന്റിറ്റി ഉള്ള ആളുകൾ എക്സിസ്റ്റ് ചെയ്യും. അതാണ് വെർട്ടിക്കൽ. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കാസ്റ്റിൽ മാത്രമുള്ള ആളുകൾ. ഇപ്പൊ ഹിന്ദുവിനകത്ത് ചിലപ്പോൾ അതിനകത്ത് ഡോക്ടർ ഉണ്ടാകും, ലോയർ ഉണ്ടാകും, സർജൻ ഉണ്ടാകും, ടീച്ചർ ഉണ്ടാകും, അങ്ങനെ പലരുണ്ടാകും. പക്ഷെ അവരെല്ലാം എന്താണ്, ഹിന്ദുവാണ്. അത് ഹൊറിസോണ്ടൽ. ഇതാണ് ഡിഫറൻസ്.
അതിലൊരു മിസ്റ്റേക്ക് വരുന്നുണ്ട്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണലും നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രൂപ്പുകളും. ഇപ്പം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റിച്വൽ, സിംബൽ, ആ ഒരു കണ്ടക്ട് അല്ലെങ്കിൽ റെഗുലേറ്ററി പവർ, പണിഷ് ചെയ്യാനൊക്കെ പവർ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രൂപ്പ്. ഇപ്പൊ നമ്മുടെ ഫാമിലി, അവർക്ക് എന്തുണ്ട്, അവർക്ക് പ്രത്യേകമായ ഒരു പർട്ടിക്കുലർ റിലീജിയൻ അല്ലെങ്കിൽ അവരുടെ സിസ്റ്റം, വാല്യൂസ് ഉണ്ട്, നോംസ് ഉണ്ട്. അവിടെ നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ശിക്ഷിക്കാൻ ആളുണ്ട്. അതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, ഇപ്പം ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നില്ല, അതൊരു നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രൂപ്പ്. അവിടെ ഗ്രൂപ്പ് ഐഡന്റിറ്റി ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ആ നമ്മൾ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രൂപ്പിന്റെ അത്രയും ഒരു അതോറിറ്റി നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രൂപ്പുകൾ കാണിക്കത്തില്ല മെമ്പേഴ്സിൽ. ഇനി കോൺട്രാക്ച്വലും നോൺ കോൺട്രാക്ച്വൽ ഗ്രൂപ്പും. കോൺട്രാക്ച്വൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺട്രാക്ട് വഴി ഒരു ഡെഫിനേഷൻ ഓഫ് പവർ ഉള്ള, റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഗ്രൂപ്പിനെയാണ് കോൺട്രാക്ച്വൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അതൊരു ഫോർമൽ ഗ്രൂപ്പ് ആയിരിക്കും. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പ് ആയിരിക്കും. ഇപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ലേബർ യൂണിയൻ, ഇവരൊക്കെ എന്താണ്, ഒരു കോൺട്രാക്ച്വൽ റിലേഷൻ, ഒരു പർട്ടിക്കുലർ എൻഡ് ഉണ്ട്, ഒരു പർട്ടിക്കുലർ പേർപ്പസ് ഉണ്ട്. ആ പേർപ്പസ് പെർഫോം ചെയ്യാൻ വേണ്ടി ഒരു കോൺട്രാക്ട് വഴി ഫോം ചെയ്ത ആളുകളാണ്. അതാണ് കോൺട്രാക്ച്വൽ. നോൺ കോൺട്രാക്ച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, ട്രെയിനിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പാസഞ്ചേഴ്സ്, ഇവരെല്ലാം എന്താണ്, നോൺ കോൺട്രാക്ച്വൽ. ഒരു പർട്ടിക്കുലർ എൻഡ് പോയിന്റ് അവർക്ക് ഉണ്ടാവുന്നില്ല. അതാണ് എന്ത് ചെയ്യുന്നത്, നോൺ കോൺട്രാക്ച്വൽ. ഇനി വോളണ്ടറിയും ഇൻവോളണ്ടറിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഞാൻ ഇന്ന ഫാമിലിയിൽ ജനിച്ചു അല്ലെങ്കിൽ ഇന്ന വ്യക്തികളുടെ മകളായിട്ട് ജനിച്ചു എന്ന് പറഞ്ഞാൽ അതെന്റെ ചോയ്സ് അല്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇന്ന ആളുടെ മകളായി ജനിക്കണം, എനിക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റില്ല. അപ്പൊ അതെന്താണ്, അതെന്റെ ഇൻവോളണ്ടറി ചോയ്സാ. ഞാൻ ഇന്ന റിലീജിയനിൽ ജനിച്ചു പോയി, അതെന്റെ ഇൻവോളണ്ടറി ചോയ്സ്. ഞാൻ ഇന്ന വീട്ടിൽ ജനിച്ചത് കൊണ്ടാണ് ഞാൻ എന്തുകൊണ്ട് ഹിന്ദു ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയും ഹിന്ദു ആയതുകൊണ്ടാ എന്ന് പറഞ്ഞാൽ എന്താണ്, അതെന്റെ ഇൻവോളണ്ടറി ചോയ്സാ. എന്റെ വോളണ്ടറി ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏത് ആക്ടറിനെ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ഏത് മ്യൂസിക് ബാൻഡിനെ ഫോളോ ചെയ്യണം, ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിലെ മെമ്പർ ആവണം, ഇതൊക്കെ എന്താണ്, എന്റെ വോളണ്ടറി ചോയ്സ്. ഇതാണ് വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി ഗ്രൂപ്പ്. ഇനി ഇൻഫോർമൽ ആൻഡ് ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഫാമിലി ഒരു ഇൻഫോർമൽ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഗ്രൂപ്പ് ആയിരിക്കും. ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, അവർക്ക് ഒരു ഡെഫിനറ്റ് ഗോൾ ഉണ്ടാകും, എന്താണ്, അവർക്കൊരു ഒരു ഡിഫറെന്റ് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാകും. അതൊക്കെയാണ് ഫോർമൽ ഗ്രൂപ്പ്. ക്രൗഡ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവർക്ക് എന്താണ്, ഒരു ജനക്കൂട്ടം, അതൊരു ഇൻഫോർമൽ ഗ്രൂപ്പാണ്. ഇനി ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ്, അവർക്കൊരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടായിരിക്കും, ഒരു ഗ്രൂപ്പ് ഓഫ് ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും, ഡെഫിനറ്റ് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ ബ്യൂറോക്രാറ്റിക് ഗ്രൂപ്പ്, അതെന്താണ്, ഫോർമൽ ഗ്രൂപ്പിന് എക്സാമ്പിളാണ്. ഉദ്യോഗസ്ഥരുടെ ഒരു ഇത്, അതാണ് എന്ത്, ബ്യൂറോക്രാറ്റിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർമൽ ഗ്രൂപ്പ്. ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യൽ ഗ്രൂപ്പും കമ്മ്യൂണിറ്റിയും നോക്കുവാണെങ്കിൽ, സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ആണ്, അതേസമയം കമ്മ്യൂണിറ്റി നാച്ചുറൽ ആയിരിക്കും. സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് പർട്ടിക്കുലർ ഗോൾ അറ്റൈൻ ചെയ്യാൻ ഉണ്ടായിരിക്കും. പക്ഷെ കമ്മ്യൂണിറ്റിക്ക് എന്താണ്, അതൊരു ഹോൾ സർക്കിൾ സോഷ്യൽ ലൈഫിൽ സോഷ്യൽ ലൈഫിന് ഒരു ഭാഗമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പർട്ടിക്കുലർ ഗോൾ പെർഫോം ചെയ്യണം എന്നില്ല. ഇനി മെമ്പർഷിപ്പ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വോളണ്ടറിയാ, പക്ഷെ കമ്മ്യൂണിറ്റി എന്താണ്, കമ്പൽസറിയാ. നമുക്ക് വേണമെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പിലെ മെമ്പർ ആയാൽ മതി, പക്ഷെ കമ്മ്യൂണിറ്റിയിലെ മെമ്പർ നമ്മൾ കമ്പൽസറി ആയിട്ട് നമ്മളൊരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലെ മെമ്പർ ആയിരിക്കും. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആണ്, പക്ഷെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിരിക്കും. ഗ്രൂപ്പ് ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാലാണ് ഏറ്റവും വലുത്, ഹോൾ, ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഒരു സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്ററും തീർന്നു. നമുക്ക് അടുത്ത ചാപ്റ്ററോടെ നോക്കാം.